നമുക്ക് ഇത്തിരി നേരം ഒന്ന് കണ്ടുപൂട്ടി രണ്ട് പ്രതീകങ്ങളാണ് പരിശുദ്ധാത്മാവിന് വേണ്ടി നടപടി പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. ഒന്ന് കാറ്റ്, രണ്ട് അഗ്നി. നമ്മൾ ചലിപ്പിക്കുന്നതും നമ്മൾ ജ്വലിപ്പിക്കുന്നതും അരൂപിയുടെ ആവാസമാണ്. കാറ്റായി എന്നെ ചലിപ്പിക്കണമേ, കനലായി എന്നെ ജ്വലിപ്പിക്കണമേ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാറ്റ് വീശി അവരുടെ ശിരസിൽ അഗ്നിനാളങ്ങൾ എഴുന്നു നിന്നു. മറിയം പരിശുദ്ധാത്മാവിൻ്റെ ഒരു കാറ്റലിസ്റ്റാണ്. അതിന് നമ്മളത് വായിക്കുന്നുണ്ട്. ഉള്ളിലെ കുഞ്ഞ് കുതിച്ചാടുന്ന കേട്ട് എലിസബത്ത് സാക്ഷ്യപ്പെടുത്തുന്നു. അവിടം തൊട്ട് പെന്തക്കോസ്ത വരെ അമ്മയുടെ ഒരു സാന്നിധ്യം ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ കുറെ കൂടി അഗാധമാക്കുന്നു. ഒരുമിച്ച് ഞാൻ പറഞ്ഞ പറയുമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളും അനുഗ്രഹിക്കപ്പെട്ടവളാവും, ഇടതുത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും. പിതാവ് ബോധത്തെയും പുത്രൻ സ്നേഹത്തെയും പരിശുദ്ധാത്മാവ് ക്ലേശത്തെയും പ്രകാശിപ്പിക്കും. പരസ്പരം അഭിവാദ്യം ചെയ്യാം. ഈശം സെക്സരകട്ടെ. ഇന്നലെ നമ്മൾ കണ്ട ചിന്ത നമുക്ക് ഇത്തിരി കൂടി ഒന്ന് തുടരാമെന്ന് കരുതുന്നത്. രണ്ട് വാക്കുകൾ തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഒന്നിങ്ങനെ യേശുവിലുള്ള വിശ്വാസം, രണ്ട് യേശുവിൻ്റെ വിശ്വാസം. ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ് ബാർ ഫെയ്ത്ത് ഓഫ് ക്രൈസ്റ്റ്. നമ്മളിപ്പോഴും നമ്മുടെ കൺവെൻഷനിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യേശുവിൽ വിശ്വസിക്കാനായിട്ടാണ്. യേശുവിൻ്റെ കൂട്ടത്തിൽ ആർക്കാണ് എന്തെങ്കിലും ഒരു വിശ്വാസക്കുറവുള്ളത്? അതൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് വന്നിങ്ങനെ കൂടിയിരിക്കുന്നത്. രണ്ടാമത്തത് എനിക്ക് തോന്നുന്നു കുറച്ച് ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ് യേശുവിൻ്റെ വിശ്വാസം, ഫെയ്ത്ത് ഓഫ് ക്രൈസ്റ്റ്. റീത്ത പുണ്യവതിയുടെ ഒരു തിരുനാളിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ സുവിശേഷ സംഭാഷണങ്ങൾ ചെയ്യുന്നത്. ഇതിനകത്ത് റീത്ത പുണ്യവതിയൊക്കെ പറയാൻ ശ്രമിക്കുന്നത് ഇങ്ങനെ യേശുവിൻ്റെ വിശ്വാസമാണ്. ഇങ്ങനെ ഭർത്താവ് കൊല്ലപ്പെടുന്നു, കൊല്ലപ്പെട്ട ഈ ഭർത്താവിനെ അടക്കുന്നിടത്ത് വെച്ച് മക്കൾ പറയുന്നത് അമ്മ കേൾക്കുകയാണ്. ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ വലുതായി കഴിയുമ്പോൾ ഇതിനൊക്കെ പ്രതികാരം ചെയ്യും. അപ്പോൾ ലോകത്തൊരമ്മയും പ്രാർത്ഥിക്കാത്തൊരു പ്രാർത്ഥന ആ സ്ത്രീ നടത്തുന്നു. എന്താണത്? പകയിൽ നിന്ന് മോചിപ്പിച്ച് എനിക്ക് ഈ കുഞ്ഞുങ്ങളെ വളർത്താൻ പറ്റിയില്ലെങ്കിൽ ദൈവമേ നീ അവരെ ആയുസ്സിനെടുത്തോളണമേ. ഇത് ലോകത്തൊരു സ്ത്രീയും പ്രാർത്ഥിക്കാത്ത പ്രാർത്ഥനയാണ്. പകയിൽ നിന്ന് മോചിപ്പിച്ച് എനിക്ക് ഈ കുഞ്ഞുങ്ങളെ വളർത്താൻ പറ്റിയില്ലെങ്കിൽ നീ അവരുടെ ആയുസ്സിനെടുത്തോളണേ.
2 കുഞ്ഞുങ്ങളും ഇതുമായിട്ട് ബന്ധമുള്ള കാര്യമാണോ ഇല്ലയോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. 2 കുഞ്ഞുങ്ങളും ഇങ്ങനെ ചെറുപ്പത്തിലേ മരിച്ചു പോവുകയാണ്. ലോകത്തൊരമ്മയും അങ്ങനെ പ്രാർത്ഥിക്കില്ല. എല്ലാ അമ്മമാരും പ്രാർത്ഥിക്കുന്നത് എന്ത് കുഴപ്പമുണ്ടെങ്കിലും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആയുസ് കൊടുക്കണമെന്നാണ്. വാസ്തവത്തിൽ ഈ രണ്ടാമത്തെ ഈ ഒരു സംഭവം പാലിച്ചാളുടെ പേരാണ് ഈ പുണ്യവതിയൊക്കെ, അല്ലെങ്കിൽ പുണ്യവാന്മാരൊക്കെ അതാണ്. എന്താ ദൈവം ആഗ്രഹിക്കുന്നത്? പകലിൽ ജീവിക്കുന്ന ഒരാൾ ഓൾറെഡി മരിച്ച ഒരാളാണ്. അയാൾക്ക് എന്ത് ജീവിതം ഉണ്ടെന്നാണ് നിങ്ങൾ കരുതുന്നത്? അപ്പം അത് കണ്ടെത്തണമെങ്കിൽ വേറൊരു പ്രകാശം ആവശ്യമുണ്ട്. ഇന്നലെ ഞാൻ പറഞ്ഞ കഥയ്ക്കകത്തെ നേരാവണ്ണം ദൈവം ഓരോന്ന് കാണിച്ചു തരുമെന്ന് പറയുന്ന പേരൻസ് കഥ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു മനസ്സമ്മതത്തിൻ്റെ കഥ. അതിൽ മാതാപിതാക്കന്മാർ പറയുന്നത് യേശുവിലുള്ള വിശ്വാസം യേശു കാണിച്ചു തരുന്നു. മകൻ പറയുന്നത് എന്താണ്? യേശുവിൻ്റെ വിശ്വാസം. യേശു എന്തായിരിക്കും ആഗ്രഹിക്കുന്നത്? രണ്ടാമത്തതിന് ഓരോ ദിവസവും ട്രയലുണ്ട്, വിചാരണയുണ്ട്. ഓരോ ദിവസവും പ്രതിസന്ധിയുണ്ട്. ഓരോ ദിവസവും കഠിനാധ്വാനം ചെയ്യണം. ഓരോ ദിവസവും നികുതി കൊടുക്കണം. ആദ്യത്തേത് നമ്മുടെ ഒരു വ്യാവഹാരിക ഭാഷയിൽ വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റാണ്. മറ്റേത് റെക്കറിംഗ് ആണ്. ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ 8-ാമത്തെ വാക്യമാണെന്ന് തോന്നുന്നു. യേശു തൻ്റെ ഒരു ഭയം പറയുന്നുണ്ട്. ഞാൻ വീണ്ടും വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസമുണ്ടായിരിക്കുമോ? അവിടെ പരാമർശിക്കപ്പെടുന്ന വിശ്വാസം ഈ ഫെയ്ത്ത് ഓഫ് ക്രൈസ്റ്റാണ്. യേശുവിൻ്റെ വിശ്വാസം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അല്ലാതെ പള്ളികളില്ലാതെ ആവുകയോ ഈ സഭ ഇല്ലാതെ പോവുകയോ കുർബാന ഇല്ലാതെ പോവുകയോ ചെയ്യുന്നുള്ളതൊന്നും വിചാരിക്കുന്നില്ല. പക്ഷെ ഞാൻ വീണ്ടും വരുമ്പോൾ എൻ്റെ വിശ്വാസം ഉണ്ടായിരിക്കുമോ? ഞാൻ ആചരിച്ച വിശ്വാസം ഉണ്ടായിരിക്കുമോ? 30 വയസ്സുള്ള ഒരാളെങ്ങനെയാണ് ഇങ്ങനെ ഇത്രയും സമാധാനത്തിലും സ്നേഹത്തിലും കരുണയിലും ഒക്കെ ജീവിച്ചതാണ്? അയാൾ എന്തുകൊണ്ടാണ് തനിക്ക് വേണ്ടി ഒന്നും ശേഖരിക്കാതെ ഇങ്ങനെ അലഞ്ഞൊക്കെ നടന്നത്? അയാൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഒറ്റ മുറിവായിട്ട് ഈ കുരിശിൽ മരിച്ചത്? കൈവിട്ടു എന്നൊക്കെ പറയുമ്പോൾ പോലും പിന്നെയും ആ കയ്യിൽ തന്നെ അർപ്പിച്ച് മടങ്ങിപ്പോയത്. അതിങ്ങനെ ഓരോ ദിവസവും മെഡിറ്റേഷൻ ആവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ പ്രാർത്ഥിക്കേണ്ട, വിശേഷിച്ചും റീത്ത പുണ്യവതിയെ കണക്കൊരു പുണ്യവതിയുടെ തിരുനാളൊക്കെ ആചരിക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ടത് ഈ ഫെയ്ത്ത് ഓഫ് ക്രൈസ്റ്റ് ആണ്, യേശുവിൻ്റെ വിശ്വാസം. അത് പുതിയൊരു ജീവിത വീക്ഷണമാണ്, പുതിയൊരു പ്രകൃതിയാണ്. ആദ്യത്തേത് വിശ്വാസിയും രണ്ടാമത്തെ വിശുദ്ധനുമാണ്. വാസ്തവത്തിൽ ഈ വിശുദ്ധനും വിശ്വാസം തമ്മിൽ വ്യത്യാസം ഇത്രയേ ഉള്ളൂ. വിശ്വാസി അവിടുത്തെ ഈ പറഞ്ഞ യേശുവിലുള്ള വിശ്വാസം പുലർത്തുന്ന ആളാണ്. വിശുദ്ധൻ യേശുവിൻ്റെ വിശ്വാസം കണ്ടെത്തി ആചരിക്കാൻ ശ്രമിക്കുന്ന ആളാണ്. അത്രയേ ഉള്ളൂ വ്യത്യാസം. ഇത് കൊച്ചു വ്യത്യാസമല്ല താനും. അപ്പം ഇതൊന്ന് നമുക്കൊന്ന് പ്രാർത്ഥനാപൂർവ്വം ഉള്ളിലേക്കൊന്ന് എടുക്കാനായിട്ട് നമുക്കൊരു സുവിശേഷ ഭാഗം എടുത്ത് വായിക്കാമെന്നാണ് കരുതുന്നത്. ഇങ്ങനെ കൂടാര തിരുനാളിൻ്റെ ഒടുവിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എന്നിൽ വന്ന് കുടിക്കുക. ഈ വന്ന് കുടിക്കുക എന്ന് പറയുന്നതാണ് അവനുള്ള വിശ്വാസം. എല്ലാവരും കുടിച്ചവരല്ലേ, അല്ലെങ്കിൽ കുടിച്ചുകൊണ്ടിരിക്കുന്നവരല്ലേ. അടുത്തതെന്താണ്? വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിൽ നിന്ന് ഇങ്ങനെ ഉറവയുണ്ടാവും. അതാണ് രണ്ടാമത് പറഞ്ഞത്, യേശുവിൻ്റെ വിശ്വാസം. നിങ്ങൾ കുടിച്ചത് തന്നെ ഇന്ന് നിങ്ങളായിട്ട് മാറുന്നു. ഇന്നലെ ഒരു ജലസ്രോതസ്സിന് കുടിച്ചവർ ഇന്ന് സ്വയം ഉറവകളായിട്ട് മാറുന്നു. എന്നുവെച്ചെന്നാൽ എനിക്കൊരു ദർശനത്തിൻ്റെയൊക്കെ ഒരു അനുഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ കാണുന്നത് ഇങ്ങനെ 100 പുരുഷന്മാരെയോ സ്ത്രീകളെയോ അല്ല, 100 നദികളുള്ള മനുഷ്യരാണ്, 100 ഈർപ്പമുള്ള മനുഷ്യരാണ്. സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ പതുക്കെ പതുക്കെ ഈ ഒരു ദേവാലയത്തിൽ ജലരാശി ഉയരുന്നു. കാൽപാദം നനയുന്നു, മുട്ട് നനയുന്നു, അര നനയുന്നു, തോള് നനയുന്നു, പിന്നെ നിങ്ങളില്ല. എസക്കിലൊക്കെ നമ്മൾ വായിച്ച് കേൾക്കുന്നില്ലേ ഈ ദേവാലയത്തിൽ നിന്നൊഴുകുന്ന ജലം? അപ്പം ഇതാണ് സാധ്യത. കുടിച്ചവർ കുറേ കഴിയുമ്പോൾ നദിയായിട്ട് മാറും. ആ പരാവർത്തനത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ
ഇന്നലെയൊക്കെ ആ വാക്ക് ഉപയോഗിച്ചത് ഇതര ക്രിസ്തു അല്ലെങ്കിൽ അപര ക്രിസ്തു, ഓൾട്ടർ ക്രൈസ്റ്റ്. ഭേദപ്പെട്ട ക്രിസ്ത്യാനിയാകാനല്ല ക്ഷണം, ക്രിസ്തു ആകാനാണ് ക്ഷണം. നമ്മളിപ്പോഴും അങ്ങനെ വിചാരിക്കുന്നത് മെച്ചപ്പെട്ട ക്രിസ്ത്യാനി ആകുന്നതാണ് ഇങ്ങനെ നല്ലൊരു അടയാളം. ക്രിസ്തു ആകുന്ന ഇത്രയും കാര്യങ്ങളൊന്നും മനസ്സിൽ വെച്ചുകൊണ്ട് ആ ഒരു പാഠഭാഗം നമ്മുടെ ഒരു ധ്യാനത്തിനായിട്ട് എടുക്കാനാണ് കരുതുന്നത്. ഇങ്ങനെ കുടിച്ചവർക്ക് നദിയാകാൻ പറ്റും. ഞാനൊരു ചെറിയൊരു റിട്രീറ്റ് സെൻറ്ററിലാണ് കഴിഞ്ഞൊരു 10-16 വർഷമായിട്ട് ഇങ്ങനെ ഒരു ശുശ്രൂഷ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു ഏപ്രിൽ മാസത്തിൽ ഒരു കുടുംബം റിട്രീറ്റിന് വേണ്ടി വന്നു. ആ റിട്രീറ്റിൽ ഞങ്ങൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ടൊരു വിചാരം ഇതാണ്: വിശ്വസിക്കുന്നവർക്ക് നദിയാകാൻ പറ്റും. മെയ് 31-ാം തീയതി ആകുമ്പോൾ അങ്ങനെ ധ്യാനം കൂടി പോയിട്ടുള്ള ഒരു വ്യക്തി, അതിന് മുമ്പൊക്കെ അവിടെ ധ്യാനം കൂടാൻ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു സ്നേഹിതയാണ്. അവർ വിളിച്ചിട്ട് പറയുന്നു, അമ്മ കോട്ടയത്ത് ഇങ്ങനെ ഡെങ്കിപ്പനിയായിട്ട് കിടക്കുകയാണ്, അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അമ്മയുടെ കൂടെ നിൽക്കാൻ പോവുക, ബൈസ്റ്റാൻഡറായിട്ട് നിൽക്കാൻ പോവുക. വൈകുന്നേരം ഇങ്ങനെ അമ്മയുടെ വിശേഷം അറിയാനായിട്ട് വിളിക്കുമ്പോൾ ഒരു ഫോൺ എടുക്കണില്ല. പിന്നെയും കുറേ ചെല്ലുമ്പോൾ ഹസ്ബൻഡ് സാജു വിളിച്ചിട്ട് പറയുന്നു, അത് മാഗിക്കും ഇതേ അപകടം പിടിച്ച പനിയുണ്ട്. അവരുടെ പേര് മാഗി എന്നാണ്, +2 അധ്യാപികയാണ്. അപ്പം മാഗിയുടെ നല്ല അമ്മയേക്കാൾ വഷള. പിറ്റേന്ന് ഉച്ചയ്ക്ക് മുമ്പേ അമ്മയ്ക്ക് മുമ്പേ ഈ മാഗി കടന്നു പോവുകയാണ്. നമ്മൾ നോക്കി നിൽക്കുമ്പോൾ അമ്മയും പോയി. നമ്മൾ നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ആരും പച്ചയായിട്ട് ഇറങ്ങിപ്പോയിട്ടില്ല. അപ്പോൾ അതിരുന്ന വലിയ സമ്മർദ്ദമുണ്ട്. പക്ഷെ അതിനേക്കാൾ വിഷമം പിടിച്ചൊരു കാര്യം കാത്തിരിപ്പുണ്ടായിരുന്നു. മാഗി മരിച്ച വാർത്ത അറിഞ്ഞ 1 മിനിറ്റിനുള്ളിൽ എന്തോ കാരണം കൊണ്ട് മാഗി ഇങ്ങനെ അവസാനമായിട്ട് സന്ദേശം ഫോണിലേക്ക് വരുന്ന അപ്പോഴാണ്. അതിങ്ങനെയാണ്: ഞാൻ നദിയാണ്, ഇനി കാണാതെ ഒഴുകിക്കോളാം. ആ മെയ് 31-ാം തീയതി എന്നെ ആ കാര്യം ഒന്നുകൂടി അടിവരയിട്ട് പഠിപ്പിച്ചു. വേദപുസ്തകത്തിൽ നമ്മുടെ ഗുരു പറയുന്ന കാര്യങ്ങൾ ആത്മീയ കവിതകളല്ല, പിന്നെയോ എന്നെയും നിങ്ങളെയും കണക്കുള്ള സാധാരണ മനുഷ്യരുടെ സാധ്യതയാണ്. അങ്ങനെ കോമൺ മാൻസ് പോസിബിലിറ്റിയാണ്. മടങ്ങിപ്പോകുന്നതിനേക്കാൾ മുമ്പേ ഒരു സ്ത്രീ ഇങ്ങനെ വേഗത്തിലൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് ഇങ്ങനെ ടൈപ്പ് ചെയ്യുകയാണ്: ഞാൻ നദിയാണ്, ഇനി കാണാതെ ഒഴുകിക്കോളാം. കേരളത്തിൽ 44 നദിയുണ്ട്. 10-20 നദിയുടെയൊക്കെ പേരെനിക്കറിയാം. പക്ഷേ ഈ നദികളുടെ പേരൊക്കെ ഓർക്കുന്നതിനേക്കാൾ മുമ്പേ ഞാൻ ആദ്യം ഓർക്കുന്ന വാക്ക് മാഗി എന്നാണ്. മാഗി ഒരു നദിയുടെ പേരാണ്. നമുക്കിടയിൽ ഉണ്ടാകുന്നൊരടുപ്പത്തിൽ ഞാൻ നിങ്ങളെയും ഒന്ന് ചലഞ്ച് ചെയ്യുകയാണ്: നിങ്ങളും ഒരു നദിയുടെ നാമമായിട്ട് ഓർമ്മിക്കപ്പെടുമോ? വിൽ ബി ഓൾസോ ദ നെയിം ഓഫ് എ റിവർ? ഹരി ഒരു നദിയാണ്, നിഷി ഒരു നദിയാണ്, മീര ഒരു നദിയാണ്. ഇപ്പം നദികളാകാൻ പറ്റുന്ന ഒരു ചെറിയ ഇടവകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ഇടവകയിൽ ഒരു 10-30 നദി കണക്കുള്ള മനുഷ്യരെ വെറുതെ സങ്കല്പിച്ച് നോക്ക്. 44 നദിക്ക് ഇത്രയും വലിയ പച്ച കേരളത്തിലുണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഒരു ചെറിയ ദേശത്ത് ഇങ്ങനെ ഈർപ്പമുള്ള മനുഷ്യരുണ്ടാക്കാൻ പോകുന്ന വ്യത്യാസം. മാഗി പറഞ്ഞ ആ വാക്കുകൂടി ശ്രദ്ധിക്കണം: ഇനി കാണാതെ ഒഴുകിക്കോളാം. എങ്ങനെ സുവിശേഷം അവസാനിക്കുന്നത്? മരിച്ചവൻ്റെ നെഞ്ചിൽ നിന്ന് പിന്നെയും രക്തവും ജലവും ഒഴുകി. ചലമ്പൊട്ടി എന്നർത്ഥം വരുന്നൊരു വാക്കല്ല ഉപയോഗിക്കുന്നത്. ഉറവക്കണ്ണി കുത്തിയെന്ന് പറഞ്ഞ സംഭവമാണ്. കില്ലാടിമാർ ഇങ്ങനെ കിണറിലിടം തപ്പി ചെന്നിട്ട് ഒരിടത്തിങ്ങനെ കൊത്തുമ്പോഴേക്കും അവിടെ നിന്ന് വെള്ളം വന്നിട്ട് ഈ കൊത്തുന്നവരെ കുളിർപ്പിക്കുന്ന പരിപാടിയുടെ പേരാണ് ഈ ഗസ്റ്റ് ഫോർത്ത്. ഉറവക്കണ്ണി കുത്തി എന്ന് പറയണം. 2 രീതിയിലത് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. ചിലർ പറയുന്നു ഈ ജലം ജ്ഞാനസ്നാനവും രക്തം കുർബാനയുമാണ്. റിവൈവൽ ചർച്ചസ് പറയുന്നു
ഇത് പുതിയ പിറവിയുടെ അടയാളമാണ്. പുതിയ പിറവിയിൽ നമുക്കറിയാം, ഒരു കുഞ്ഞിനൊക്കെ ജന്മം കൊടുക്കുമ്പോൾ ഒരു ഡിപ്പോസിറ്റ് ഉണ്ടാവും. നമ്മൾ പ്ലസൻ്റ എന്നൊക്കെ പറയുന്നല്ലേ, മറുപിള്ള എന്നൊക്കെ പറയുന്നൊരു സംഭവം, അതിൻ്റെ പ്രതീകമാണെന്ന് പറയുന്നവരുണ്ട്. എനിക്ക് മനസ്സിലാകുന്ന ഒറ്റ കാര്യം മാത്രമാണ്, മരിച്ചിട്ടും അവൻ്റെ സ്നേഹപ്രവാഹങ്ങൾ നമ്മളെ വലം ചുറ്റി ഒഴുകുന്നുണ്ട്. ഇപ്പോഴും നമ്മൾ വലം ചുറ്റി ഒഴുകുന്ന ഒരൊറ്റ കാര്യം മാത്രമാണ്, എന്താണ്? അവൻ ഇപ്പോഴും നമ്മളെ സ്നേഹിക്കുന്നു. അത് നിങ്ങൾക്ക് എന്തുമാത്രം സ്നേഹത്തിൽ പരിക്കേറ്റിട്ടുണ്ടോ അത്രയും നിങ്ങൾക്കതിൻ്റെ ആഴം പിടുത്തം കിട്ടും. യു ആർ ബീങ് ലൗഡ്. അപ്പം അത് അങ്ങനെയാണ് സുവിശേഷം അവസാനിക്കുന്നത്. അപ്പം അതെഴുതുമ്പോൾ പോലും അവരുടെ ബോധത്തിൽ ഈ സുവിശേഷ സൂചന ഉണ്ടെന്ന് തന്നെ ഞാൻ കരുതുന്നത്. നദിയാണ്, ഇനി കാണാതൊഴുകിക്കോളാം. അവനവൻ്റെ ജീവിതം നദിയാണോ ഇല്ലെന്നറിയാനായിട്ട് ഒരു ആത്മശോധന കാണാമെന്ന് വിചാരിക്കുന്നത് ഒരു 6 കാര്യങ്ങളൊന്ന് വളരെ വേഗത്തിൽ പറയുകയാണ്. എൻ്റെ ഒരു സന്തോഷം ചെന്നാൽ എനിക്കൊരു വിശദീകരണവും ഇങ്ങനെ പറയേണ്ട വിധത്തിൽ ആവശ്യമില്ലാത്ത വിധത്തിൽ അത്രയും ശ്രദ്ധയും ഏകാഗ്രതയും ഉള്ളൊരു കമ്മ്യൂണിറ്റി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന അവർക്കൊരു സൂചന മാത്രം മതി. വെറുതെ ഒരു 6 കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങളിപ്പോഴും ഒഴുകുന്നുണ്ടോ? അത് സ്റ്റക്കായി പോയോ? ജീവിതം ഇങ്ങനെ ഉടനീളം ഇങ്ങനെ നവീകരിച്ചുകൊണ്ടിരിക്കണം, ഓരോ ദിവസവും പുതുക്കിക്കൊണ്ടിരിക്കണം. അത് സ്നേഹമായാലും ധ്യാനമായാലും ഈശ്വരാനുഭവമായാലും ഒക്കെ ഇങ്ങനെ പുതുക്കിക്കൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. ഇങ്ങനെ സ്റ്റക്കാകാൻ പാടില്ല. നിലച്ചു കഴിയുന്ന വലിയ ബുദ്ധിമുട്ടാണ്. നമുക്ക് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ പൊതുവേ നമ്മൾ ഉപയോഗിക്കാത്ത പാത്രങ്ങൾ പോലും ഇത്തിരി നേരം കിട്ടുമ്പോൾ നമ്മുടെ അമ്മമാരൊക്കെ പണ്ടിങ്ങനെ ഇത്തിരി പുളിയും ചാരമൊക്കെ ഇട്ടിങ്ങനെ ഇടക്കിങ്ങനെ തുടച്ച് വൃത്തിയാക്കുന്ന കണക്ക് എല്ലാത്തിനെയും മിനുക്കിക്കൊണ്ടിരുന്നില്ലെങ്കിൽ ക്ലാവ് പിടിക്കും. ദൈവസങ്കല്പത്തെയും പോലെ നവീകരിക്കണം. നമ്മുടെ ഒരു എഴുത്തുകാരൻ പറയുന്ന കണക്ക്, നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ നവീകരിച്ചില്ലെങ്കിൽ കുറേ കഴിയുമ്പോൾ ദൈവം സാത്താനായിട്ട് മാറും. നിങ്ങൾക്ക് ഇതര മതങ്ങളോടൊക്കെ തർക്കം ഉണ്ടാവും. അപ്പം ഇങ്ങനെ നവീകരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള ഒന്നാമത്തത്. ഒഴുകിക്കൊണ്ടേയിരിക്കുക. എന്താണ് നമ്മൾ പുലരിയിലൊക്കെ ധ്യാനിക്കുന്നത്? ഓരോ പുലരിയിലും അവൻ്റെ സ്നേഹം പുതിയതാണല്ലേ. എൻ്റെ ഒരു ചേട്ടത്തിയെക്കുറിച്ച് മക്കൾ പറയുന്ന കണക്കാണ്, അമ്മ ഇതുവരെ ഒരേ കറി വെച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഇങ്ങനെ ഒരു എക്സാജറേറ്റഡായിട്ട് പറയുന്നതായിട്ട് തോന്നും. പക്ഷെ ശരിയാ, അത് കാര്യമെല്ലാം കൂടി കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ നമ്മുടെ അടുക്കളയിൽ. അങ്ങനെ 1-2 ഡപ്പക്കകത്തുള്ള കാര്യങ്ങളും ഇത്തിരി നമ്മൾ കമ്പോളത്തിന് വാങ്ങിക്കൊണ്ടിരുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ ഈ വിവാഹം കഴിച്ച് വന്ന ഈ ഒരു അമ്മ, അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടായ ഈ അമ്മ കുഞ്ഞുങ്ങളുടെ ഓർമ്മയിൽ ഒരു കറി പോലും ആവർത്തിച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. ഓരോ ദിവസവും ഇങ്ങനെ നവീകരിക്കുക എന്നുള്ള മക്കളുടെ ഏറ്റവും ഹൃദ്യമായ ഓർമ്മ അമ്മയെക്കുറിച്ച് അതാണ്. ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുക എന്നുള്ള, നവീകരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള ഒന്നാം പാഠം അങ്ങനെ. രണ്ടാമതായിട്ട്, നിങ്ങളെല്ലാത്തിനെയും സ്വീകരിക്കുക. വലിയ അക്സെപ്റ്റ് ലൈഫ്. നദിയെല്ലാം സ്വീകരിക്കുന്നുണ്ട്. ഞാൻ ഈ ഗംഗാരതിയൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ വളരെ ഇങ്ങനെ ഭംഗിയുള്ളൊരു കാഴ്ചയാണ് അത്. ഇങ്ങനെ പുഴയിലേക്കൊക്കെ ഇങ്ങനെ ദീപങ്ങളൊക്കെ ഒഴുക്കി വിടുന്നു, പൂക്കൾ ചൊരിയുന്നു. പക്ഷെ ഇതേ ഗംഗ തന്നെ ചിലപ്പോൾ ഈ മാലിന്യങ്ങളെയും ഉള്ളിലേക്ക് ഏറ്റുവാങ്ങുന്നുണ്ടാവും. വളരെ പണ്ടൊക്കെ കേട്ടിട്ടുണ്ട്, ചിലപ്പോൾ ഇങ്ങനെ പാതിബന്ധർ മൃതശരീരവും ചിലപ്പോൾ ഇതിലൂടെ ഒഴുകി വരുന്നുണ്ട്. രണ്ടതാണ്, ഓരോ തീരത്തുനിന്ന് നിങ്ങളിൽ നിക്ഷേപിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കുറേ കൂടി കുലീനമായിട്ട് സ്വീകരിക്കാൻ പറ്റുമോ? അക്സെപ്റ്റ് ലൈഫ്. ഇഷ്ടമുള്ള തിരുവചനങ്ങളൊക്കെ തപ്പിയെടുക്കാനായിട്ട്, ഇഷ്ടമുള്ള ഏറ്റവും പ്രിയപ്പെട്ട തിരുവചനം തപ്പിയെടുക്കാനായിട്ട് ആരെങ്കിലുമൊക്കെ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ എപ്പോഴും തപ്പിയെടുത്തൊരൊറ്റ വാക്കായിരുന്നു ലൂക്കാ 10:8. ഈ 2 ദിവസം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചിലപ്പോൾ മറന്നുപോയാലും കുഴപ്പമില്ല, പക്ഷേ ഇത് നിങ്ങൾ ഓർമ്മിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ലൂക്കാ 10:8. ലൂക്കാ 10:8, വിളമ്പിയത് ഭക്ഷിക്കുക. ഈറ്റ് വാട്ട് ഈസ് സെറ്റ്. എന്തൊക്കെയാണ് ഈ സാമാന്യം ദീർഘമായൊരു ജീവിതത്തിൻ്റെ വഴിയിൽ
നിങ്ങളിലോട്ട് നിക്ഷേപിക്കപ്പെടാൻ പോകുന്ന ഒരു ധാരണ നമുക്കില്ല. എന്ത് നിക്ഷേപിച്ചാലും അതിനെ നിങ്ങൾക്ക് കുലീനമായിട്ട് സ്വീകരിച്ച് ഒഴുകാൻ പറ്റുക എന്നുള്ള രണ്ടാമത്തെ അന്വേഷണം. എന്തൊക്കെയാണ് നമുക്കറിഞ്ഞുകൂടി ഈ മേശയിൽ വിളമ്പി കിട്ടുന്നത്? ജീവിതം എന്ന് പറയുന്ന ഇങ്ങനെ അവിചാരിത അനുഭവങ്ങൾ മാത്രമാണ്. പിരിയങ്കോമണി കണക്കാണ്. അടുത്ത വളവിൽ എന്താണ് നമ്മളെ കാത്തിരിക്കുന്നൊരു പിടുത്തമില്ല. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഒരു സുവിശേഷ സംഭാഷണങ്ങളിൽ അത്ഭുതം എന്ന് പറഞ്ഞൊരു വാക്കിനെ ഒഴിവാക്കുന്നത്. 30 വർഷമായിട്ട് എവിടെയെങ്കിലുമൊക്കെ നിന്നുകൊണ്ട് ഞാനിത് സുവിശേഷം പറയുമ്പോൾ ഞാൻ തീരെ ഉപയോഗിക്കാതിരിക്കുന്നൊരു വാക്ക് അത്ഭുതം എന്ന് പറഞ്ഞൊരു വാക്കാണ്. എനിക്ക് അത്ഭുതങ്ങളിൽ വിശ്വാസമില്ലായിട്ടൊന്നുമല്ല. ഇപ്പോൾ പോലും ഞാൻ പ്രാർത്ഥിക്കുന്നൊരു അത്ഭുതത്തിന് വേണ്ടിയാണ്. മാർക്കിൻ്റെ സുവിശേഷം അവസാനിക്കുന്ന ഇങ്ങനെയാണ്: അവൻ അത്ഭുതങ്ങൾ കൊണ്ട് തൻ്റെ പഠനങ്ങളെ സ്ഥിരീകരിച്ചു. ഈ പഠിപ്പിക്കുന്ന കാര്യങ്ങൾക്ക് യേശുവുമായിട്ട് ബന്ധമുണ്ടെന്ന് അറ്റസ്റ്റേഷനാണ് അത്ഭുതം എന്ന് പറയുന്നത്. അപ്പോൾ എവിടെയൊക്കെ സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്ന അവിടെയൊക്കെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നുണ്ട്. എന്നിട്ട് എന്തുകൊണ്ടാണ് ഒരുതരം വാശിയോടുകൂടി ഞാൻ ആ പദം ഒഴിവാക്കുന്നത്? എനിക്കെൻ്റെ ചെറിയ പ്രായം തൊട്ട് 10-28 വയസ്സ് തൊട്ട് ഈ ഒരു 58-ാം വയസ്സ് വരെ കിട്ടിക്കൊണ്ടിരിക്കുന്ന കേൾവിക്കാർ ഇതുപോലെ ഇങ്ങനെ ഏകാഗ്രതയും ഇങ്ങനെ കുറെ കൂടി ഫിൽട്ടർ ചെയ്ത മനുഷ്യരായിരുന്നു. അവരോട് അത്ഭുതങ്ങളെക്കുറിച്ച് പറയുന്നതിനേക്കാൾ പ്രധാനമാണ് ജീവിതത്തെ സ്വീകരിക്കാനായിട്ടുള്ള പ്രേരണ കൊടുക്കുക എന്നുള്ളൊരു തോന്നൽ എങ്ങനെയും എൻ്റെ ഇളംബോധത്തിലുണ്ടായ ഞാനതിപ്പോഴും പാലിക്കുന്നുണ്ട്. മറ്റൊന്ന് സാധ്യമാണെന്ന് വിചാരമാണ് അത്ഭുതം. നിങ്ങൾക്കറിയാം, 199 കാര്യങ്ങൾക്കകത്ത് മറ്റൊന്നും സാധ്യമല്ല. കാരണം നമ്മുടെ ഏറ്റവും വലിയ പ്രതിസന്ധി ഈ മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ട പ്രതിസന്ധിയാണ്. മനുഷ്യരുടെ ബിഹേവിയറാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്ന, നിങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന, നിങ്ങളുടെ ജീവിതത്തിൻ്റെ പശ്ചാത്തലമായിട്ട് നിൽക്കുന്ന ഏതെങ്കിലും മനുഷ്യരുടെ ബിഹേവിയറിന് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുമെന്ന്. ഒരു നോർമൽ കോഴ്സിലില്ല. കാരണം അത്രയും വയേർഡായിട്ടുള്ള മനുഷ്യരാണ്, അത്രയും വെൽഡ് ചെയ്ത് ഫിക്സ് ചെയ്ത മനുഷ്യരാന്നേ. ഒരു 10-15 വയസ്സോടു കൂടി ഈ മനുഷ്യരെല്ലാം രൂപപ്പെട്ടു. എന്ന് വെച്ചാൽ ഒരു ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ നിങ്ങൾ എന്തായിരുന്നോ അതിൻ്റെ എക്സ്റ്റൻഷൻ മാത്രമാണ് നിങ്ങളിപ്പോഴും. അതിനുശേഷം നിങ്ങളുടെ ആറ്റിറ്റ്യൂഡുകൾക്ക് കാര്യമായിട്ടുള്ള സാരമായിട്ടുള്ള മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മുടെ ലൈഫിലേക്ക് വരുന്ന മനുഷ്യരൊക്കെ മുതിർന്ന മനുഷ്യരാണ്. അവർക്കൊന്നും ഇനി ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. നിങ്ങൾ വിവാഹം കഴിക്കുന്ന സ്ത്രീക്കോ പുരുഷനോ നിങ്ങളുടെ ഇൻലോകൾക്കോ വൃദ്ധരായ കൊളീഗ്സിനോ മാതാപിതാക്കന്മാർക്കൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ല. ഈ മാറ്റമില്ലാത്തതിന് സ്വീകരിക്കാൻ പറ്റുന്ന അന്വേഷണമാണ് പ്രധാനം. എൻ്റെ ഒരു ജീവിത മേശയിൽ എനിക്ക് വിളമ്പിക്കിട്ടിരിക്കുന്ന വിഭവങ്ങളെ നിങ്ങൾക്ക് കുരിശ് വരച്ച് ഭക്ഷിക്കാൻ പറ്റുമോ? എളുപ്പമല്ലത്. പക്ഷെ അതൊന്ന് പഠിച്ചാൽ ഭയങ്കര രസമാണ്. ജീവിതം കുറേ കൂടി താളമുള്ളതായിട്ട് മാറും. ഒരു ഉദാഹരണത്തിന്, ഇപ്പോൾ ഒത്തിരി രോഗശാന്തി ശുശ്രൂഷയെക്കുറിച്ചൊക്കെ നമ്മുടെ ധ്യാനകേന്ദ്രങ്ങളിൽ നിന്ന് കേൾക്കുന്നുണ്ട്. ഒരു തർക്കമില്ല താനും, ഒക്കെ അത്ഭുതങ്ങളായിട്ട് തന്നെ പരിഗണിച്ചുകൊണ്ട്. പക്ഷേ പ്രശ്നം ഇതാണ്, ഇത്രയും അത്ഭുതങ്ങളൊക്കെ ഈ ധ്യാനകേന്ദ്രത്തിൽ നടക്കുമ്പോഴും ഒരു ബുദ്ധിക്കുറവുള്ളൊരു കുട്ടി ഇത്തരം ശുശ്രൂഷകൾക്ക് ശേഷം ഒരു നോർമൽ ചൈൽഡായിട്ട് മാറുന്ന കഥയൊന്നും നമ്മളധികം കേട്ടിട്ടില്ല. ഓട്ടിസം ഉള്ളൊരു കുട്ടി, ഡൗൺ സിൻഡ്രോം ഉള്ളൊരു കുട്ടിയൊക്കെ ഇങ്ങനെ സാധാരണ കുഞ്ഞായിട്ട് മാറുന്ന കണക്ക്. അതിനൊക്കെ നമ്മൾ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്? ഞങ്ങളുടെ റിട്രീറ്റ് സെൻ്ററുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നൊരു കാര്യം കണക്കാണ്. അതിൻ്റെയൊക്കെ ആരംഭഘട്ടത്തിലാണ് ഒരു പുരുഷനും സ്ത്രീയും ഇവിടെ വന്നു. ഹരി എന്നും മീര എന്നവരുടെ പേര്. അവർക്ക് മുത്തെന്ന് പറഞ്ഞൊരു കുഞ്ഞുണ്ട്. ഇവിടെ ഇങ്ങനെ ഓരോ തരം പ്രാർത്ഥനകൾ നടക്കുമ്പോഴേക്കും അവർ മുത്തിൻ്റെ തലയൊക്കെ വെച്ച് പ്രാർത്ഥിക്കുക. മുത്തിന് ഇങ്ങനെ ഡൗൺ സിൻഡ്രോമിൻ്റെ ഇഷ്യൂ ഉണ്ട്. നമുക്കത് കാണുമ്പോൾ ഇങ്ങനെ ചങ്കുവേദന വരും. പ്രത്യേകിച്ചൊന്നും ഈ കുഞ്ഞിൽ നടക്കാൻ പോകുന്നില്ല എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് നമുക്ക് ധാരണയുണ്ട്. നടന്നുമില്ല. എന്നിട്ടും ഇങ്ങനെ 4 ദിവസം ഇരുന്ന് ഓരോ കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം പ്രഭാഷണത്തിൽ വന്ന വൈദികൻ പറഞ്ഞു, ദൈവത്തിൻ്റെ കൈവശ ഒരു കുഞ്ഞുണ്ടായിരുന്നു, ബുദ്ധിക്കുറവുള്ളൊരു കുഞ്ഞ്, അല്ലെങ്കിൽ ബുദ്ധിയുടെ ഒരു പ്രിവിലേജ് ഇല്ലാതെ പോയൊരു കുട്ടി. ആരുടെ കയ്യിൽ കുഞ്ഞിനെ കൊടുത്തു കഴിഞ്ഞാൽ അവരാ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കുമെന്നറിയാൻ വേണ്ടി അവിടുന്ന് താഴോട്ട് നോക്കി. എന്നിട്ട് ഒരു മീരയും ഹരിയും കണ്ടു, അവർക്ക് കൊടുത്തു. ദൈവത്തിൻ്റെ സ്തുതിയായിരിക്കട്ടെ. മീരയുടെ കണ്ണിങ്ങനെ കവിഞ്ഞൊഴുകുകയാണ്.
പതുക്കെ ഇങ്ങനെ കണ്ണോടച്ചിട്ട് മീരയും പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്. സന്ധ്യയിൽ ഹരിയോടൊപ്പം ഇരിക്കുമ്പോൾ മീര പറഞ്ഞു, ഹരിയേട്ട, നമ്മുടെ ഈ വാവയെ വേറെ ആരെങ്കിലും കൊടുത്തിട്ടെങ്കിൽ അവർ ആ കുഞ്ഞിനെ കുറേ ബുദ്ധിമുട്ടിപ്പിച്ചേനെ. ഏതെങ്കിലും ഒരു സ്പെഷ്യൽ സ്കൂളിൽ കൊണ്ട് എന്നേക്കുമായിട്ട് വിട്ട് കളഞ്ഞേനെ. നമുക്ക് ആ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കാമെന്ന് അവിടത്തേക്ക് അറിയാവുന്നതുകൊണ്ട് നമ്മുടെ കയ്യിലോട്ട് തന്നെ തന്നല്ല. ധ്യാനം കഴിയുമ്പോൾ നിങ്ങൾ കൂടി എൻ്റെ അടുത്ത് നിൽക്കണം. എങ്ങനെയാണ് ഈ മീരയും ഹരിയും കൂടി മുത്തിനെ കൊണ്ടുപോകുന്നത്? ചേർത്ത് പിടിച്ച് കൊണ്ടുപോയി. ആദ്യമായിട്ട് അവർക്ക് ആ വാക്കിൻ്റെ അർത്ഥം മനസ്സിലായി, സ്പെഷ്യൽ ചൈൽഡ്. ഒക്കെ വേറൊരു കാര്യം കൂടി മനസ്സിലായി, കുട്ടി മാത്രമല്ല സ്പെഷ്യൽ, പാരൻസ് നിലയിൽ തങ്ങളും സ്പെഷ്യലാണ്. ഒരു വെരി സ്പെഷ്യൽ പാരൻറ്റ്. ഒരു കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും 2 പ്രാവശ്യം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള എല്ലാവരും ഇറിറ്റേറ്റഡ് ആവും. കുഞ്ഞിൻ്റെ അമ്മയെ നോക്കും, കുട്ടിയെ മാറ്റാനായിട്ട് ആരെങ്കിലും പുറകിൽ നിന്ന് വന്ന് പറയും. അപ്പോൾ ജീവിതകാലം മുഴുവൻ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ പിടുത്തം കിട്ടാതെ ഒരു കുട്ടി നിങ്ങളോടൊപ്പം ജനിച്ചു, ജീവിച്ചു, വലുതായി, ഒടുവിൽ നിങ്ങൾ കടന്നു പോകുമ്പോൾ ആ കുട്ടിക്ക് എന്ത് പറ്റുമെന്ന് ആകുലതയിൽ കടന്നു പോകുമ്പോൾ നിങ്ങൾ സ്പെഷ്യൽ പാരൻ്റ് അല്ലേ? അരുൺ ഷൂറി എന്ന് പറഞ്ഞ് നമുക്കൊരു എഴുത്തുകാരനുണ്ട്. 19 വയസ്സായി. മകന് ഈ പറഞ്ഞ പ്രശ്നമുണ്ട്. 50 വയസ്സൊക്കെ ഉണ്ടാകും അയാൾക്ക്. ഏത് ചടങ്ങിന് പോകുമ്പോഴും ഈ വയോധികൻ ഈ 50 വയസ്സുള്ള മകനെയും പിടിച്ചുകൊണ്ട് വരുന്ന കാഴ്ച കാണുമ്പോൾ നമുക്കിങ്ങനെ ചങ്കുവേദന വരും. അപ്പോൾ ഇങ്ങനെ ചിലതിനെ ഇങ്ങനെ കുലീനമായിട്ട് സ്വീകരിക്കുക എന്ന് പറഞ്ഞ 2ാം പാഠം. ഈറ്റ് വാട്ട് ഈസ് സെറ്റ്. എന്തൊക്കെയാണ് ഓരോരുത്തരുടെയും മേശയിൽ വിളമ്പി കിട്ടുന്നൊരു പിടുത്തവും ഇല്ല. എന്ത് വിളമ്പി കിട്ടിയാലും അതിനെ സ്വീകരിക്കാൻ ഞാൻ എൻ്റെ മനസ്സിനെ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും മേശയിൽ ഒരു 4 കോപ്പയുണ്ടെന്നാണ് പറയുന്നത്. ഇങ്ങനെ എന്താ, അതായത് പെസഹായിലൊക്കെ ഉള്ളതാണ്. ഇങ്ങനെ 4 കോപ്പയ്ക്കകത്ത് ഇങ്ങനെ വീഞ്ഞ് നിറച്ച് വെക്കും. ഓരോന്നിനും ഓരോ പ്രാർത്ഥനയുണ്ട്, ഓരോ സാരാംശമുണ്ട്, ഓരോ ആശീർവാദമുണ്ട്. അതിൻ്റെ 3ാമത്തെ കോപ്പയെക്കുറിച്ചാണ് നമ്മൾ ഈ കുർബാനയിൽ പറയുന്നത്. കൃതജ്ഞതയുടെ പാനപാത്രം എടുത്ത് വാഴ്ത്തി. 4ാമത്തെ പാനപാത്രം എന്ന് പറയുന്നത് ഇങ്ങനെ വേദനയുടെയൊക്കെ ഒരു പാനപാത്രം. യേശു തൊട്ടില്ല. കൃതജ്ഞതയുടെ പാനപാത്രം വാഴ്ത്തി അവരിങ്ങനെ സ്തോത്രഗീതങ്ങൾ പാടി ഒലിവുമലയിലേക്ക് പോയി. അവിടെ ചെന്നിട്ട് യേശു പ്രാർത്ഥിക്കുകയാണ്, കഴിയുമെങ്കിൽ ആ പാനപാത്രം എടുത്ത് മാറ്റണം. ഏത് പാനപാത്രമാണ്? ഈ ദുഃഖത്തിൻ്റെ പാനപാത്രം, വേദനയുടെ പാനപാത്രം. എന്നിട്ടോ രക്തം വിയർത്ത് പ്രാർത്ഥിച്ചെന്നൊക്കെയല്ലേ വേദപുസ്തകം പറയുന്നത്. എന്നിട്ട് ഒടുവിൽ എന്ത് സംഭവിച്ചു? അപ്പൻ മകനെ പഠിപ്പിച്ചു, ഒരു പാനപാത്രം ഒഴിവാക്കാനുള്ളതല്ല, കുടിക്കാനുള്ളതാണ്. ഒരു ഡ്രിങ്ക്. നമ്മൾ എത്ര വേണ്ടെന്ന് വെച്ചാലും നമ്മുടെ മേശയിൽ ഒരു 4ാമത്തെ കോപ്പ ലൈഫിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ മനുഷ്യനായി പിറന്നതിൻ്റെ പേരിൽ നമുക്ക് കുടിച്ചേ പറ്റൂ. അപ്പം അതിന് തട്ടിമാറ്റണം ഇല്ലെന്നുള്ള പ്രശ്നം. യേശു എപ്പോഴാണ് ഈ പാനപാത്രം കുടിക്കുന്നത്? പിറ്റേന്ന് ഉച്ചയ്ക്ക് 3 മണിക്കാണ്. കുരിശിലെ അവസാനത്തെ മൊഴികളിൽ ഒന്നതാണല്ലോ, എല്ലാം പൂർത്തിയായി. എല്ലാം പൂർത്തിയായതിൻ്റെ ആദ്യത്തെ അർത്ഥം ഇന്നലെ കുടിക്കാതെ വെച്ചിരുന്ന പാനപാത്രം കുടിച്ചെന്നാണ്. അപ്പോൾ 2താണ്. എത്ര തട്ടി മാറ്റിയാലും, എത്ര തള്ളി മാറ്റിയാലും, എത്ര നീട്ടിവെച്ചാലും നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ഒരു പാനപാത്രത്തെ കുടിച്ചേ പറ്റൂ. അതിനിങ്ങനെ കുരിശ് വരച്ച് ഭക്ഷിക്കാൻ പറ്റുമെന്നുള്ള അന്വേഷണമാണ് 2. 3, നിങ്ങളെല്ലാത്തിനെയും ശുദ്ധീകരിക്കുമോ? ഈ പുണ്യവാന്മാരുടെ തിരുനാളൊക്കെ ആചരിക്കുന്നത് നമ്മൾ മറന്നുപോയി ശുദ്ധി ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്, വേറെ ഒന്നിനുമല്ല. ശുദ്ധിയുള്ള മനുഷ്യർക്ക് നമ്മുടെ ജീവിതത്തിലും ധ്യാനത്തിലും നിലനിൽപ്പുണ്ടെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് പുണ്യവാന്മാർ. നമുക്ക് അവരുടെയൊക്കെ ആ വിശുദ്ധിയും പുണ്യമൊക്കെ പറഞ്ഞിങ്ങനെ മുമ്പോട്ട് പോയാൽ മതിയാ. ഇന്നലെ സൂചിപ്പിച്ചു, ആദിമ ക്രൈസ്തവ അവരെ തന്നെ വിളിച്ചിരുന്ന വാക്കായിരുന്നു വിശുദ്ധർ. ക്രിസ്ത്യൻസ് യൂസ് ടു അഡ്രസ് ദംസെൽഫ് ആസ് സെയിൻസ്. എന്തൊരു ധൈര്യമായിരുന്നു അവർക്ക്. അതൊരു ജനറിക് വേർഡായിരുന്നു. 1 or 2 പേർക്ക് വേണ്ടി മാത്രം കരുതി വെച്ചൊരു പരിഗണന ആയിരുന്നില്ല. അത് എല്ലാവർക്കും വേണ്ടിയുള്ള വിശേഷണമായിരുന്നു. നമുക്ക് ആ വാക്കിനെയൊക്കെ ഒന്ന് തിരിച്ചു പിടിക്കണ്ടേ? സെയിൻസ്. അതോ അവരുടെ പുണ്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ് ഈ ഞായറാഴ്ചത്തെ ഈ കൊടിയിറക്കത്തോടു കൂടി ഇതൊക്കെ അവസാനിച്ചാൽ മതിയോ? ഓരോ തിരുനാളിനും വാസ്തവത്തിൽ ഈ നമ്മൾ മറന്നുപോയി ശുദ്ധി ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്. അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പുണ്യാന്മാരൊക്കെ അവിടെയൊക്കെ നിൽക്കണം.
നമുക്കൊരു പുണ്യവാനുണ്ട്, ദേശത്തിൻ്റെ ഒരു പുണ്യവാൻ, അത് ചാവറക്കുര്യാക്കോസാണ്. മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞൊരു ചെറിയൊരു വർത്തമാനമുണ്ട്. അതിങ്ങനെയാണ്: ജ്ഞാനസ്നാനത്തിൽ കിട്ടിയ പ്രസാദം വരെ ഞാൻ ഒരിക്കലും കളഞ്ഞിട്ടില്ല. ഐ ഗോ ബാക്ക് ആസ് ഇന്നസെൻ്റ് ആസ് എ ബാപ്റ്റൈസ്ഡ് ചൈൽഡ്. അത് ആദ്യമായിട്ട് വായിച്ചൊരു ദിവസം എനിക്കിങ്ങനെ വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടായി. അനവധി വർഷങ്ങൾ ജീവിച്ച് നന്നായിട്ട് അലഞ്ഞ് ഒത്തിരി തെറ്റിദ്ധരിക്കപ്പെട്ട് ചിലപ്പോൾ വ്യവഹാരങ്ങളിൽ പോലും പെട്ടുപോയ മനുഷ്യനാണ്. എന്നിട്ട് മടങ്ങിപ്പോകുമ്പോൾ എന്തൊരു ആത്മവിശ്വാസമാണ്! ജ്ഞാനസ്ഥാനത്തിൽ കിട്ടിയ പ്രസാദവയവുമായിട്ട് ഞാൻ മടങ്ങിപ്പോവുകയാണ്. അതൊരു സാധ്യതയാണ്. പലപ്പോഴും നമ്മുടെ അശുദ്ധിയിലൊക്കെ പെട്ടിങ്ങനെ മനുഷ്യർക്ക് ശ്വാസം മുട്ടുന്നതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഏകദേശം ഇപ്പോൾ 1 വർഷം കഴിഞ്ഞിട്ടുണ്ടാവും. തിരുവനന്തപുരത്ത് ഒരു ശുചീകരണ തൊഴിലാളി മനുഷ്യമാലിന്യങ്ങൾക്കിടയിൽ പെട്ട് മരിച്ചുപോയി. ജോയ് എന്ന് അദ്ദേഹത്തിൻ്റെ പേര്. ഇത് വായിക്കുമ്പോൾ തൊട്ട് എപ്പോഴും ഞാൻ ഓർക്കുന്നൊരു കാര്യമുണ്ട്. ഈ ആരുടെയൊക്കെ അശുദ്ധികൾക്ക് ആരൊക്കെയോ ശ്വാസം മുട്ടുന്നു. ഇപ്പോൾ കുടുംബത്തിലൊക്കെ ഇങ്ങനെ പേരൻസിനൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ചായവുണ്ടെങ്കിൽ ശ്വാസം മുട്ടുന്ന കുഞ്ഞുങ്ങൾക്കല്ലേ? വല്ലാത്ത പ്രശ്നമാണ്. ഇപ്പോൾ 3 ഇതാണ്: നിങ്ങളിങ്ങനെ തെളിഞ്ഞൊഴുകുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ്. 4, നിങ്ങളെല്ലാത്തിനെയും തണുപ്പിക്കുമോ? പുഴകൾ തണുപ്പിക്കുന്ന കണക്ക് അലയുന്ന എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന പുഴയോരത്ത് വരാൻ വേണ്ടിയാണ്. നിങ്ങളുടെ സാമീപ്യത്തിൽ മനുഷ്യർക്ക് തണുപ്പ് കിട്ടുകയില്ല എന്നുള്ള 4ാമത്തെ അന്വേഷണം. എന്തുകൊണ്ടാണ് സുവിശേഷം ആരംഭിക്കുമ്പോഴേക്കും ഒരു ചെറിയ പെൺകുട്ടി ഇങ്ങനെ എലിസബത്തിൻ്റെ അടുക്കലേക്ക് ഓടിപ്പോകുന്നത്? കൊന്തയിലൊക്കെ നമ്മൾ പറയുന്നത് എന്താണ്? തൻ്റെ ചാർച്ചക്കാരെ എലിസബത്തിനെ ശുശ്രൂഷിക്കാൻ വേണ്ടി പോയെന്നാണ്ട്. പക്ഷേ അങ്ങനെ ഒന്നും സുവിശേഷത്തിൽ പറഞ്ഞു കേൾക്കുന്നില്ല. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സുവിശേഷമാണോ? പക്ഷെ ഇതങ്ങനെ പറയുന്നില്ല. പിന്നെ മേരി ആയതുകൊണ്ട് സ്വാഭാവികമായിട്ട് ശുശ്രൂഷിച്ചിട്ടുണ്ടാവും. പക്ഷെ പ്രശ്നം ഇത്രയേ ഉള്ളൂ: ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എന്താണത്? നിൻ്റെ ചാർച്ചക്കാരെ എലിസബത്തിന് ഇപ്പോൾ എത്രാം മാസമാണ്? 6ാം മാസമാണ്. എത്ര മാസം കൂടെ ഉണ്ടായിരുന്നു? 3 മാസം. എൻ്റെ അർത്ഥം എന്താണ്? ഈ യോഹന്നാൻ പിറക്കുന്നതിനേക്കാൾ മുമ്പേ മേരി തിരിച്ചു പോന്നു. 9ാം മാസത്തിൽ എന്തായാലും കുട്ടി പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ശുശ്രൂഷ എന്ന് പറയുന്നത് പ്രസവ ശുശ്രൂഷയാണെങ്കിൽ മേരി അത് ചെയ്തിട്ടില്ല. പിന്നെ എന്തിനു വേണ്ടി ആയിരിക്കണം ഈ ചെറിയ പെൺകുട്ടി ഇങ്ങനെ ഈ പറഞ്ഞ വയോധികരുടെ അടുക്കലേക്ക് ഇങ്ങനെ ഓടിപ്പോകുന്നത്? അവൾക്കൊരു കഥ പറയാനുണ്ട്. ഭൂമിയിൽ ഒരാളും വിശ്വസിക്കാത്തൊരു കഥ. എന്താണത്? കന്യകയുടെ ഉള്ളിൽ ഒരു തളിർപ്പുണ്ടായി. എവിടെങ്കിലും ആരെങ്കിലും കഥ വിശ്വസിക്കുമോ? ഒരുപക്ഷെ ഒരു സ്ത്രീ വിശ്വസിച്ചേക്കാം. ആരാണത്? എലിസബത്ത്. എന്താ കാര്യം? ഇവള് കടന്നു പോകുന്ന അതേ അനുഭവത്തിലൂടെ തന്നെയാണ് എലിസബത്തും കടന്നു പോകുന്നത്. 2 പേർക്കും തളിർപ്പുകൾ പാടില്ല. ഇപ്പം ചുരുക്കത്തിൽ തൻ്റെ കഥ വിശ്വസിക്കുമെന്ന് കരുതുന്ന ഒരാളെ തേടി ഓടിപ്പോവുകയാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ തിരയുന്നത് നമ്മളുടെ കഥകൾ വിശ്വസിക്കുന്നവരെയാണ്. അസീസിലെ ഫ്രാൻസിസിൻ്റെ പേരിലൊരു പ്രാർത്ഥനയുണ്ട്: ദൈവം എന്നെ സമാധാനത്തിൻ്റെ ഉപകരണമാക്കണമെന്ന് പറഞ്ഞൊരു പ്രാർത്ഥന. നമുക്ക് വളരെ പരിചയമുള്ളൊരു പ്രാർത്ഥനയായിരിക്കും. കാരണം കപ്പുച്ചിൻ സമൂഹമൊക്കെ ആയിട്ട് അത്രയും അടുപ്പമുള്ളൊരു കമ്മ്യൂണിറ്റിയാണിതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അതിനകത്തൊരു കുഞ്ഞു വരി കിടപ്പുണ്ട്: മനസ്സിലാക്കപ്പെട്ടതിനേക്കാൾ കൂടുതൽ മനസ്സിലാക്കാൻ എന്നെ പഠിപ്പിക്കണമേ. വളരെ വേഗത്തിൽ നമ്മൾ ചൊല്ലിപ്പോകുമ്പോൾ അത് നമ്മുടെ പ്രാർത്ഥനാ വിഷയമായിട്ട് നമ്മൾ കാണുന്നുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. ഒരു പ്രധാനപ്പെട്ട പ്രാർത്ഥനാ വിഷയമാണ്: ഈ മനുഷ്യരെ മനസ്സിലാക്കാനായിട്ട് എന്നെ പഠിപ്പിക്കണമേ. ഹെൽപ്പ് us ടു അണ്ടർസ്റ്റാൻഡ് പീപ്പിൾ. അതിനുവേണ്ടി പ്രാർത്ഥിച്ചാൽ നല്ലതായിരിക്കും. ഈ മനുഷ്യരെ പിടുത്തം കിട്ടാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ. നിങ്ങൾ അത്ര ഒരു പേരൻ്റ് ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കൈപ്പിഴ പറ്റി നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ രാത്രി വണ്ടിക്ക് വീട്ടിലേക്ക് വരും. എന്നിട്ട് കാൽച്ചോട്ട് വെറുതെ ചുണ്ടുകൂടിയിരിക്കും. അപ്പോൾ അതൊക്കെ വിളിക്കും: അപ്പാ, എന്തോ ഒരു ദുഃഖം, എന്തോ ഒരു കൈപ്പിഴ കുട്ടിക്ക് പറ്റിയെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. പക്ഷെ എന്താണെന്ന് പോലും നിങ്ങൾ ചോദിക്കത്തില്ല. നിങ്ങൾ പരമാവധി ചോദിക്കുന്ന ഒരൊറ്റ കാര്യം മാത്രമാണ്: നീ കഴിക്കാതെയല്ലേ വന്നത്? അമ്മ ചോറ് വെള്ളത്തിലിട്ട് പോയി, എടുത്ത് ചൂടാക്കാം, ഒരു മുട്ടയും പൊരിച്ചു തരാം. ഈ നിങ്ങളെ തേടി വേണം കുഞ്ഞുങ്ങളിങ്ങനെ രാത്രിയിലൊക്കെ ഇങ്ങനെ ഓടിയെത്താനായിട്ട്. എല്ലാ കുറ്റപ്പെടുത്തുന്ന, വിചാരണ ചെയ്യുന്ന, ഉപദേശിക്കുന്ന, മുന്നറിയിപ്പ് കൊടുക്കുന്ന നിങ്ങളെ തേടി എന്തിനാ, കോഷം ചെയ്ത് നിങ്ങളെ തേടി എന്തിനാ കുഞ്ഞുങ്ങൾ വരുന്നത്? അപ്പം 4ാമത്തതാണ്: നിങ്ങളിങ്ങനെ തണുപ്പിക്കുന്ന ഒരാളാണോ അല്ലേ എന്നുള്ളതാണ്. 5, എങ്ങോട്ടാണ് ഒഴുകുന്നത്? വേർ ആർ വി ഹെഡിങ് ടുവേർഡ്സ്? ഇങ്ങനെ കാലം ഇങ്ങനെ മണൽ ഘടികാരത്തിലെ മണൽ കണക്കിങ്ങനെ
ഓരോ നിമിഷാർത്ഥത്തിൽ ഇങ്ങനെ ചോർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെങ്ങോട്ടാണ് പോകുന്നത്? നമ്മളെന്താ തിരയുന്നത്? അല്ലേ? വളരെ പ്രധാനപ്പെട്ട പ്രശ്നമല്ലേ? നമുക്ക് ഇങ്ങനെ യേശു പറഞ്ഞൊരു കുഞ്ഞു കാര്യമുണ്ടല്ലോ. യേശു ഇടക്കിടക്ക് പറഞ്ഞൊരു വാക്കുണ്ട്, അല്പനേരം മാത്രമേ ഞാൻ ഉണ്ടായിരിക്കുകയുള്ളൂ. എല്ലാവരും എല്ലായിടത്തും അല്പനേരം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അത് പിടുത്തം കിട്ടിയാൽ നല്ലതല്ലേ? പെൺകുട്ടികളെയൊക്കെ വഴക്ക് പറയുന്ന അമ്മമാരോട്, എൻ്റെ സ്നേഹിതരായ അമ്മമാരോട് ഞാൻ എപ്പോഴും പറയും, ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പെൺകുഞ്ഞുങ്ങൾ നിങ്ങളോടൊപ്പം അല്പനേരമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഒരു +2 ഒക്കെ കഴിയുമ്പോൾ പെൺകുട്ടികൾ കുറച്ചുകൂടി പഠിക്കാൻ മിടുക്കരായതുകൊണ്ട് അവരേതെങ്കിലുമൊക്കെ ഒരു പ്രൊഫഷണൽ കോഴ്സിൽ ചേരും. അവിടെ നിന്ന് എന്തൊക്കെയൊക്കെ ഒന്ന് പഠിച്ചു വരുമ്പോഴേക്കും സാധാരണഗതിയിലൊരു കല്യാണാലോചനയൊക്കെ ചൂട് പിടിച്ചിട്ടുണ്ടാകും. പിന്നെ വിവാഹം നടക്കുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളോട് ഇപ്പോൾ എത്ര നാളുണ്ടായിരിക്കും? എല്ലാം അല്പനേരം മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് അവരുടെ ഇത്തിരി ശാഠ്യങ്ങളെയൊക്കെ ഇങ്ങനെ പരമാവധി ഭംഗിയായിട്ട് എടുക്കുന്നേ. എല്ലാം അങ്ങനെയേ ഉള്ളൂ. ഇപ്പോൾ ഞങ്ങൾ വൈദികർ, അല്ലെങ്കിൽ എത്ര നേരം ഉണ്ടായിരിക്കും ഇവിടെ? ഒരു 1000 ദിവസം കഷ്ടിച്ച് 3 വർഷം. അപ്പോൾ 1000 ദിവസം മാത്രമാണ് ഈ കലണ്ടറിൻ്റെ ഇത്രയും പലവട്ടം ആവർത്തിക്കുന്ന ഈ കലണ്ടറിനകത്ത് ഇവരിവിടെ ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ആ അല്പനേരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഓർമ്മ കൊടുത്തിട്ട് നമ്മൾ പിരിയണ്ടേ? വളരെ പ്രധാനപ്പെട്ടാണ്. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾ എന്ത് വെച്ചിട്ടാണ് പോകുന്നത്? കുർബാന കഴിഞ്ഞതേ ഉള്ളൂ. എന്താ ഈ കുർബാന എന്ന് പറയുന്നത്? 2000 വർഷം മുമ്പ് ഒരാളിങ്ങനെ മടങ്ങിപ്പോകുന്നതിനേക്കാളും ഒരു അപ്പം എടുത്ത് വെച്ചു. അത് വെള്ളിയാഴ്ച ശനിയാഴ്ച അവിടെ ഇരുന്നു. ഞായറാഴ്ച തൊട്ടാണ് സഞ്ചരിച്ചു തുടങ്ങി. അങ്ങനെ സഞ്ചരിച്ച് ഇന്ന് വൈകുന്നേരം 2025 ഒരു ഡിസംബറിൽ വെള്ളിയാഴ്ച വൈകുന്നേരവും നിങ്ങളുടെ മേശ വന്നു. ഇങ്ങനെ ഒരു തരത്തിലും ഒരു കണ്ണി മുറിയാതെ ലോകത്ത് സംഭവിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ കുർബാന മാത്രമാണ്. മനുഷ്യർക്ക് പറ്റുന്ന, മനുഷ്യരുള്ള എല്ലാ ഇടങ്ങളിലും ഇതിങ്ങനെ ഏതൊക്കെയോ വേർഷനിൽ ഇങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ചുറ്റിനും നിൽക്കുമ്പോൾ, നമ്മുടെ മീതെ നിൽക്കുമ്പോൾ, നമ്മുടെ ഈ തിരശ്ശീലയ്ക്ക് അപ്പുറത്തൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ എന്ത് വെച്ചിട്ടാണ് പോകുന്നത്? കയ്പും വെറുപ്പും തർക്കവും ഇങ്ങനെ എന്തൊക്കെ വെച്ചിട്ട് പോകുന്നത്? പഞ്ചതാണ്. നമുക്കിങ്ങനെ ഒത്തിരി കാര്യങ്ങളൊന്നും ഇനി നമ്മളെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നേരമില്ല. ലുബ്ധൻ്റെ പൊന്നാണയം കണക്ക് നമ്മൾ സമയത്ത് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അത്രയും കുറച്ച് നേരമേ ഉള്ളൂ. പഞ്ചതാണ്. നമ്മൾ എന്ത് വെച്ചിട്ടാണ് പോകുന്നത്? പർപ്പസ് ഓഫ് ലൈഫാണ്. ഒരാളുടെ ജീവിതത്തിന് പർപ്പസ് ഉണ്ടെന്ന് എങ്ങനെയാണ് മനസ്സിലാവുന്നത്? അയാൾ മടങ്ങിപ്പോയി കഴിയുമ്പോൾ അയാൾ പാർത്ത ഇടം, അയാൾ ചേർത്ത് പിടിച്ച മനുഷ്യരൊക്കെ അയാൾക്ക് കിട്ടിയതിനേക്കാൾ ഭംഗിയുള്ള ഇടവും മനുഷ്യമായിട്ടുണ്ടോ? അപ്പോഴാണ് പർപ്പസ് നമ്മൾ പറയുന്നത്. നമുക്കൊരു എഴുത്തുകാരനുണ്ടായിരുന്നു, വൈക്കം മുഹമ്മദ് ബഷീർ. 2 പ്രാവശ്യം മനുഷ്യൻ ജയിലിലായിരുന്നു. ജയിലിൽ 2 പ്രാവശ്യം ആയിരിക്കുമ്പോൾ അയാൾ ചെയ്യുന്ന ഒറ്റ കാര്യം മാത്രമാണ് ഈ ജയിൽ വളപ്പിൽ റോസാപ്പൂക്കൾ നട്ടുപിടിപ്പിക്കുക. ജയിൽ വളപ്പിൽ റോസാപ്പൂക്കൾ നട്ടുവളർത്താനായിട്ട് ജയിലെന്ന് പറയുന്ന ആളുടെ ബന്ധുവീടൊന്നുമല്ലോ. അപ്പം എത്ര അഡ്വേഴ്സായ സറൗണ്ടിങ് ആയിക്കൊള്ളട്ടെ, എത്ര ചെറിയ കാലമായിക്കൊള്ളട്ടെ, ഈ മടങ്ങിപ്പോകുമ്പോൾ അതിനെ മെച്ചപ്പെടുത്തിയിട്ടുണ്ടോ ഇല്ല എന്നുള്ള പ്രധാനം. ഓർമ്മകൾ സൃഷ്ടിക്കണം. ഓർമ്മകൾ സൃഷ്ടിച്ചേ പറ്റൂ. കാരണം ഓർമ്മകൾ താനേ സംഭവിക്കുന്നതല്ല, നമ്മൾ സൃഷ്ടിക്കുന്ന ഓർമ്മ എന്ന് പറയുന്നത്. വി ക്രിയേറ്റ് മെമ്മറി. ഒരാളുമായിട്ട് പരിചയപ്പെടുമ്പോൾ വെറുതെ ഓർത്തോളണം, നമ്മൾ ഈ മനുഷ്യൻ ഇനി കാണാൻ പോകുന്നില്ല. അപ്പം ഇനി ഒരിക്കലും കാണാത്ത 2 പേരാന്ന് ഓർത്ത് കഴിഞ്ഞെന്നാൽ ഏറ്റവും നല്ലത് കൊടുത്തിട്ട് പോകാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കും. പഞ്ചതാണ്. 6, നിങ്ങൾ നിങ്ങളുടെ കാലത്തിൻ്റെ ദാഹത്തെ ഉണർത്തുന്നുണ്ടോ? ഇങ്ങനെ ജലം ദാഹം ശമിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല, ദാഹം ഉണർത്താനും പറ്റും. ഒരു ചൂടുകാലമാണെന്ന് വിചാരിക്കുക, എനിക്കൊരു തണുത്തൊരു ഗ്ലാസ് വെള്ളം ഇവിടെ ആരോ കൊണ്ടുവന്ന് വെച്ചു. ഞാൻ ആ വെള്ളം എടുത്ത് നിങ്ങളുടെ മുമ്പ് വെച്ച് കുടിക്കുകയാണെങ്കിൽ നിങ്ങൾ മറന്നു തുടങ്ങിയ നിങ്ങളുടെ ദാഹത്തെ നിങ്ങളെല്ലാം കൂടി ഒരുമിച്ച് ഓർമ്മിക്കും. വെള്ളത്തിന് ദാഹത്തെ ഉണർത്താൻ പറ്റും. ദാഹത്തിന് വേദപുസ്തകത്തിൽ ഒറ്റ അർത്ഥമേ ഉള്ളൂ, ആ പ്രഭുവിനോടുള്ള പ്രേമം. പാഷനേറ്റ് ഡിസയർ ഫോർ ദ ലോർഡ്. നിങ്ങളുമായിട്ട് പരിചയത്തിൽ വരുന്നവർ, നിങ്ങളുടെ കൈപിടിച്ച് ജീവിതത്തിലേക്ക് വന്ന ഒരാൾ, നിങ്ങളുടെ മടിത്തട്ടിൽ കിടന്ന് ഉറങ്ങുന്ന കുഞ്ഞുങ്ങൾ, ഇവരുടെയൊക്കെ ദാഹത്തെ ഉണർത്താനായിട്ട് നിങ്ങളുടെ സാന്നിധ്യം മതിയാവുന്നുണ്ടോ? നിങ്ങളെ പ്രകാശിപ്പിക്കുന്ന ആരാണ്? നിങ്ങളെ ഇത്ര ഭംഗിയായിട്ട് ജീവിക്കാൻ പഠിപ്പിച്ചത് ആരാണ്?
യേശുവിൻ്റെ കാര്യത്തിൽ ആരൊക്കെ യേശുവിന് മുമ്പിൽ വന്നോ അവരൊക്കെ തങ്ങളെ മറന്നുപോയ ദാഹത്തെ ഓർമ്മിച്ചു. കാരണം മനുഷ്യന് ഇങ്ങനെ ദൈവത്തെ ഓർക്കാതിരിക്കാൻ തരമില്ല, ഓർത്തേ പറ്റൂ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വെച്ച്. മനുഷ്യൻ്റെ സൃഷ്ടിയെക്കുറിച്ചൊക്കെ നിങ്ങൾ എങ്ങനെയാണ് വായിക്കുന്നത്? ജലത്തോട് ആദ്യം പറഞ്ഞു, ഇങ്ങനെ മത്സ്യങ്ങൾ സൃഷ്ടിച്ചു, മത്സ്യങ്ങളുണ്ടായി. മണ്ണിനോട് പറഞ്ഞു, ഈ സസ്യപ്രപഞ്ചം സൃഷ്ടിക്കാൻ പറഞ്ഞു, സസ്യപ്രപഞ്ചം ഉണ്ടായി. മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ എന്താ പറഞ്ഞത്? ദൈവം തന്നോട് തന്നെ പറഞ്ഞു നമുക്ക് സൃഷ്ടിക്കാം. അപ്പോൾ ജലത്തിൽ നിന്ന് മത്സ്യം എടുത്തു മാറ്റുമ്പോൾ ആ മത്സ്യത്തിന് എന്തുമാത്രം ശ്വാസം മുട്ടുന്നുണ്ടോ? മണ്ണിൽ നിന്ന് ഇങ്ങനെ ചെടി പറിച്ചെടുക്കുമ്പോൾ ചെടി എന്തുമാത്രം വരണ്ടു പോകുന്നു, അതുപോലെ ഈ അംശത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ എനിക്ക് ശ്വാസം മുട്ടുകയും എനിക്ക് വരൾച്ച അനുഭവപ്പെടുകയും ചെയ്യും. എന്തെങ്കിലും ഒരു ദിവസം മനുഷ്യനെ പിടുത്തം കിട്ടാനായിട്ട് അവരെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഘടകമായിട്ട് നിങ്ങൾ മാറുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ്. ആ സമരക്കാരി സ്ത്രീയൊക്കെ കണ്ടെത്തിയ കണക്കാണ്. ഇങ്ങനെ അവളുമായിട്ടൊരു ചെറിയ സംഭാഷണത്തിൽ യേശു ഏർപ്പെടുകയാണ്. ആദ്യം കൊച്ചു വർത്താനായിട്ട് ഇത് ആരംഭിക്കുന്നത്. വൈകാതെ അവൾ മറന്നുപോയൊരു ദാഹത്തെ യേശു ഓർമ്മിപ്പിച്ചു. സ്ത്രീയെ, ഈ കുടിക്കണ കിണറ്റിന് കുടിച്ച ദാഹം ശമിക്കില്ല കേട്ടോ. എങ്ങനെയാ ഭാഗം അവസാനിക്കുന്നത്? വെള്ളം കോരാൻ വന്ന സ്ത്രീ ആ കുട അവിടെ വെച്ചിട്ട് നടന്നു പോവുകയാണ്. കാരണം അവളുടെ ദാഹത്തിൻ്റെ ഉറവ അവൾ തന്നെ കണ്ടെത്തി. ഇനി എങ്ങോട്ടും പോകേണ്ട കാര്യമില്ല. അപ്പോൾ 6ഓളം കാര്യങ്ങളാണ് ഈ അവനവൻ നദിയാണോ ഇല്ലയെന്ന് തിരിച്ചറിയാനായിട്ടുള്ള മാനദണ്ഡം. 1, നിങ്ങളിപ്പോഴും ഒഴുകുന്നുണ്ടോ? നിങ്ങളിങ്ങനെ സ്വയം നവീകരിക്കുന്നുണ്ടോ? 2, നിങ്ങളെല്ലാത്തിനെയും കുലീനമായിട്ട് സ്വീകരിക്കുന്നുണ്ടോ? 3, നിങ്ങളെല്ലാത്തിനെയും ശുദ്ധീകരിക്കുന്നുണ്ടോ? 4, നിങ്ങളെല്ലാത്തിനും തണുപ്പ് ഉറപ്പുവരുത്തുന്നുണ്ടോ? 5, എങ്ങോട്ടാണ് ഒഴുകുന്നത്? 6, നിങ്ങൾ നിങ്ങളുടെ കാലത്തിൻ്റെ ദാഹത്തെ ഉണർത്തുന്നുണ്ടോ? എനിക്ക് നല്ല ധൈര്യമാണ്, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇതിനെ ഒരു ചെക്ക് ലിസ്റ്റായിട്ട് എടുക്കാനായിട്ട് പറ്റുമെങ്കിൽ 6 ടിക്ക് ഇടാൻ പറ്റും. ടിക്ക് 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 എന്ന്. ആരൊക്കെയാണിത് ഇതിന് വിരുദ്ധമായിട്ടോ നിരക്കാത്ത രീതിയിൽ ഇവിടെ ഉള്ളത്? എല്ലാവർക്കും ഇത് ബാധകമാണ്. അതുകൊണ്ട് നമ്മുടെ ഒരു 2 ചെറിയ യൂണിറ്റാണ് ഇന്ന് നമ്മൾ മനസ്സിൽ കാണുന്നത്. നമ്മുടെ ആദ്യത്തെ യൂണിറ്റ് ഈ സന്തോഷം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങളും മറ്റൊരു നദിയുടെ പേരാണ്. യു ആർ ഓൾസോ ദ നെയിം ഓഫ് എ റിവർ. കൂടാര തിരുനാളിൻ്റെ ഒടുവിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എന്നിൽ നിന്ന് കുടിക്കട്ടെ, കുടിച്ചവരെ നെഞ്ചിൽ നിന്ന് ഇങ്ങനെ ഉറവൊഴുകുന്നു. ഇങ്ങനെ അടിമുടി കുതിർന്ന ഡ്രഞ്ച്ഡായിട്ടുള്ള ഒരു 100 പേരെ കണ്ട സന്തോഷത്തിൽ ഈ ഒരു സെഗ്മെൻറ്റ് പതുക്കെ പ്രാർത്ഥനയിൽ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് 2 മിനിറ്റ് തിരുവന്നേരെ ഇരുന്ന് ഒന്ന് കണ്ണുപൂട്ടി അങ്ങയിൽ നിന്ന് കുടിച്ച ഞങ്ങളെ അടിമുടി ഈർപ്പമുള്ളവരായിട്ട് നിലനിർത്തുമെന്ന് പ്രാർത്ഥിക്കുക. കുറെ കൂടി ഈർപ്പത്തിൽ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഒരു കുടുംബം നിലയിലാണ് നമ്മളിവിടെ ആയിരിക്കുന്നത്. നമുക്കിതിനെ അടുത്തിരിക്കുന്നവരെ കയ്യൊന്ന് പതുക്കെ ഒന്ന് ചേർത്ത് പിടിക്കാം. തൊട്ടരിയിലിരിക്കുന്നവരെ കയ്യൊന്ന് പതുക്കെ ചേർത്ത് പിടിച്ച് പരസ്പരം പ്രാർത്ഥിക്കാം. ഈശോ പറയത്തില്ല 2 പേര് കൂടി പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുന്നു. അവിടെ ഇങ്ങനെ വാഗ്ദാനങ്ങൾ വിശ്വസ്തനാണ്. 2 പേര് കൈകോർക്കുമ്പോൾ കുറേ കൂടി അവിടുത്തെ സാന്നിധ്യം നമുക്ക് പിടുത്തം കിട്ടും. പരസ്പരം മനസ്സിലൊന്ന് പ്രാർത്ഥിക്കാം. എന്തുമാത്രം സ്നേഹത്തോടു കൂടി ഒരാളുടെ കൈ ഇങ്ങനെ കോർത്ത് പിടിക്കാനാവുമോ അത്രയും സ്നേഹപൂർവ്വം കൈ കോർത്ത് പിടിച്ച് ഒരു കുഞ്ഞു പ്രാർത്ഥന അവർക്ക് വേണ്ടിയും നമുക്ക് വേണ്ടിയും ചൊല്ലാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കണ്ണുപൂട്ടി കൈകോർത്ത് നമുക്ക് ഒരുമിച്ച് മറ്റൊരു നദിയുടെ നാമമായി താങ്കളും ഓർമ്മിക്കപ്പെടും.
മറ്റൊരു നദിയുടെ നാമമായി താങ്കളും ഓർമ്മിക്കപ്പെടും. ഒഴുകാനും സ്വീകരിക്കാനും തണുപ്പേകാനും ശുദ്ധീകരിക്കാനും ദാഹമുണർത്താനും ഒടുവിൽ ആ ദയാസിന്ധുവിൽ അലിഞ്ഞു പോകാനും അവിടുന്ന് നമ്മളിരുവരെയും സഹായിക്കും. മറ്റൊരു നദിയുടെ നാമമായി താങ്കളും ഓർമ്മിക്കപ്പെടും. ആമേൻ. ഒന്നിങ്ങനെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് സുമനസ് കാണിച്ച ആ വ്യക്തിയെ നമുക്കൊന്ന് ഹഗ് ചെയ്യാം, ഒന്ന് ചേർത്ത് പിടിക്കാം, ചെറുതായിട്ടൊന്ന് കെട്ടിപ്പിടിച്ച്. നമുക്കൊരു നിമിഷം ഒന്ന് റിക്കളക്റ്റായിട്ട് ഒന്ന് കണ്ണുപൂട്ടി നമ്മുടെ സാധ്യതയാണ് യേശുവിന് മാത്രം ഓർമ്മിക്കുക. യേശുവിനെ കണക്കൊരു പുരുഷൻ, യേശുവിനെ കണക്കൊരു സ്ത്രീ. അതിൽ കുറഞ്ഞ ഒന്നിലും നമ്മളിങ്ങനെ പെട്ടുപോകുന്നില്ല. നമ്മളെ ഓർമ്മിക്കാം. അവളുടെ അതേ എന്നൊരു വാക്കാണ് വ്യത്യാസം ഉണ്ടാക്കുന്നത്. നിയർസ്റ്റ് ടു ഗോഡ്. ഈ തിരുനാൾ ദിനങ്ങളിൽ പല രീതിയിൽ ഇങ്ങനെ യേശുവിൻ്റെ പ്രചോദനങ്ങൾ നമ്മളെ തേടി വരുന്നുണ്ട്. നിശ്ചയമായും കുർബാനയിലൂടെയും സുവിശേഷ സംഭാഷണങ്ങളിലൂടെയും ഒക്കെ. അതിനോട് അതേന്ന് പറയാനായിട്ട് ഒരു ബലത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. നിയർസ്റ്റ് ഗോഡ്. മുഴുവൻ വ്യത്യാസം ഉണ്ടാക്കുന്ന അങ്ങനെയാണ്. പുതിയ നിയമത്തിൽ അതേന്ന് പറഞ്ഞ് ആരംഭിക്കുന്ന ആ അമ്മയെ ഓർമ്മിച്ച് ഒരുമിച്ച് നന്മറിഞ്ഞ പറയുമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവും, നെടുതുരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. ധ്യാനം, സ്നേഹം, സഹനത്തിൻ്റെ ഒരു ബ്ലെൻഡാണ് യേശു നമ്മൾ പറയാനായിട്ട് ശ്രമിക്കുന്നത്. നമുക്കന്ന് മനസ്സിലോർമ്മിച്ചുകൊണ്ട് ഒരുമിച്ച് പിതാവ് എൻ്റെ ബോധത്തെയും ഇത്തിരി നമുക്കൊന്ന് നെറ്റിയിൽ ഹോൾഡ് ചെയ്യാം. പുത്രൻ എൻ്റെ സ്നേഹത്തെയും ഹൃദയഭാഗത്തിൽ തൊടാം. അവിടത്തേക്കുള്ളതാണ്, ശുദ്ധസ്നേഹമായ അവിടത്തേക്ക്. തോള് ക്ലേശം എടുക്കാൻ വേണ്ടിയാണ്, കുരിശെടുക്കാൻ വേണ്ടിയാണ്. പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ക്ലേശത്തെയും ഒന്ന് കൈ പിണച്ച് 2 ഷോൾഡറിലായിട്ട് തൊടാം. ഇങ്ങനെ ഒന്ന് ഇത്തിരി നേരം വെറുതെ ഒന്ന് സമാധാനത്തിലിരിക്കാം. തോളിനെ തൊട്ട് ബോധത്തെയും സ്നേഹത്തെയും ക്ലേശത്തെയും പ്രകാശിപ്പിക്കണമേ. ആമേൻ. ഒന്നുകൂടി പരസ്പരം അഭിവാദ്യം ചെയ്യാം. ഈശോ മിശിഹായ്ക്ക്.
എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു തീർക്കാമെന്നോർത്ത് വന്നതെന്ന് അല്ല കേട്ടോ. വെറുതെ 2 ദിവസം നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ഒരുമിച്ച് ഓർത്തെടുക്കുകയാണ്. അതിലൊരു ധൈര്യം ഇത്രയേ ഉള്ളൂ. യേശു പറഞ്ഞൊരു ധൈര്യമാണ്, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാക്കുകൊണ്ട് നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും. അവനവൻ്റെ വിമലീകരണത്തിന് ഏറ്റവും പ്രാഥമികമായൊരു രീതി എന്ന് പറയുന്നത് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക എന്നുള്ള, നിരന്തരം കേട്ടുകൊണ്ടേയിരിക്കുക. നമ്മൾ കേൾക്കുന്നതിൻ്റെ സൃഷ്ടിയാണ്. അത് വെറുതെ ഒരു 2-2.5 മണിക്കൂർ നമ്മൾ ഈ ദിവസങ്ങളിൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിച്ചെന്ന് മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും വലിയൊരു വ്യതിയാനം ആവശ്യമുള്ള വിധത്തിൽ ഇങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ളൊരു കമ്മ്യൂണിറ്റി പോലും അല്ല ഇത്. പക്ഷെ ഒരു വിമലീകരണം ആവശ്യമുണ്ടാവും ഓരോ ദിവസവും. അതിന് ഇത്തരം ചില വിചാരങ്ങൾ സഹായിച്ചേക്കുമെന്നുള്ളൊരു ധൈര്യം മാത്രമാണ്. നമുക്കത് പതുക്കെ ഒന്ന് പ്രാർത്ഥന അവസാനിപ്പിക്കുമ്പോൾ ശരിക്കും യേശു എന്താണ് ഈ ലോകത്തോട് പറയാൻ ശ്രമിച്ചത്? 32,000 വർഷമായിട്ട് അവിടുന്ന് പറയുന്ന കാര്യങ്ങൾ ഈ അന്തരീക്ഷത്തിൽ നിൽക്കുന്നുണ്ടല്ലേ. അവിടെ തന്നെ പറഞ്ഞെന്താണ്? ആകാശം കടന്നു പോകും, ഭൂമി കടന്നു പോകും, മാറാത്തുള്ളത് ദൈവത്തിൻ്റെ അധരങ്ങളിൽ നിന്ന് മൊഴിഞ്ഞ വചസ്സുകൾ മാത്രം. അപ്പം അന്തരീക്ഷത്തിൽ ഈ വാക്കൊക്കെ ഉണ്ട്. പക്ഷേ ശരിക്കും എന്താണതെന്ന് നമുക്ക് വെറുതെ ഒന്ന് ഓർമ്മിച്ചെടുക്കാം. അത് പിടുത്തം കിട്ടാനുള്ള ഏറ്റവും നല്ല മാർഗം അവിടുത്തെ അന്ത്യമൊഴികൾ ഓർമ്മിച്ചെടുക്കുക എന്നുള്ള. ഒരാൾ മടങ്ങിപ്പോകുമ്പോൾ പറയുന്ന കാര്യങ്ങൾക്ക് അയാളുടെ ജീവിതത്തിൻ്റെ ചുരുക്കം ഉണ്ടാവും. ഒപ്പം ഈ മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് അയാൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ ഒരു തുടർച്ച കൂടി അത് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പനും അമ്മയൊക്കെ മരിക്കുമ്പോൾ നമ്മൾ കൂടെ വേണമെന്നില്ല. പെൺകുട്ടികളുടെ കാര്യത്തിലത്, സ്ത്രീകളുടെ കാര്യത്തിലത് ചിലപ്പോൾ സംഭവിക്കില്ല. കാരണം വേറെ ഏതെങ്കിലുമൊക്കെ ഒരു വീട്ടിലായിരിക്കും നിങ്ങൾ. വിവരങ്ങളൊക്കെ അറിഞ്ഞ് നിങ്ങൾ വന്നു കഴിയുമ്പോഴേക്കും എല്ലാത്തിലും ഇങ്ങനെ പങ്കുചേരുന്നു. കുറച്ചൊന്ന് മനസ്സൊക്കെ ശാന്തമായി കഴിയുമ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഒടുവിൽ അപ്പൻ എന്ത് പറഞ്ഞു, അല്ലെങ്കിൽ ഒടുവിൽ അമ്മ എന്ത് പറഞ്ഞു? കാരണം അതിനൊരു തുടർച്ച വേണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകേണ്ട കാര്യമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിനകത്ത് അയാളുടെ ജീവിതത്തിൻ്റെ ചുരുക്കം ഉണ്ടാകും. അങ്ങനെയെങ്കിൽ നമുക്ക് വളരെ വേഗത്തിൽ മടങ്ങിപ്പോകുമ്പോൾ അവിടെ നിന്ന് പറഞ്ഞെന്ന് മാത്രം ഓർമ്മിച്ചെടുത്തിട്ട് അതൊക്കെ പ്രാർത്ഥനയിൽ നമ്മുടെ ധ്യാനം അവസാനിപ്പിക്കാമെന്ന കരുതുന്നത്. മടങ്ങിപ്പോകുമ്പോൾ നീ ഞങ്ങളോട് എന്നാ പറഞ്ഞത്? ഒരു 7 കാര്യങ്ങളാണ്. അതിൽ ആദ്യത്തെ 3 കാര്യങ്ങൾ നമുക്കുള്ള സുവിശേഷമാണ്. പിന്നുള്ള 4 കാര്യങ്ങൾ അവിടുത്തെ ആത്മഗതമാണ്, സോളിലോക്കിയാണ്. തന്നോട് തന്നെ പറഞ്ഞതുകൊണ്ട് നമ്മൾ കേട്ടെന്ന് മാത്രമേ ഉള്ളൂ. ആദ്യത്തെ 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? 1, എനിക്ക് മാപ്പുണ്ട്. Forgive them, Father, for they do not know. നിങ്ങൾ എന്താണ്, ആരാണ് എന്നെനിക്കറിയത്തില്ല, ഞാൻ ആരാണെന്ന് നിങ്ങൾക്കും പിടുത്തമില്ല. പക്ഷെ ഒരു കാര്യത്തിൽ നമുക്കൊരു സമാധാനമുണ്ട്, നമുക്ക് മാപ്പുണ്ട്. ഇപ്പോൾ ഏകദേശം 8-10 8-9 വരെയുള്ള കാര്യങ്ങൾക്ക് മാപ്പുണ്ട്. എന്തൊരു സമാധാനമല്ലേ. ഒന്നത് തന്നെ, മനുഷ്യർക്ക് മാപ്പുണ്ട്. അപ്പം മാപ്പ് കിട്ടിയ ജീവിതത്തിന് മീതെ നിങ്ങളിനി കപ്പം ചുമത്തരുത്. ദൈവം മാപ്പ് നൽകിയ ജീവിതത്തിന് മീതെ നിങ്ങളിനി കപ്പം ചുമത്തരുത്. എനിക്ക് അങ്ങനെ പറ്റി, ഇങ്ങനെ പറ്റി. ഒന്നതാണ്, മനുഷ്യർക്ക് മാപ്പുണ്ട്. സ്വാഭാവികമായിട്ട് ഈ മാപ്പാണ് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്. മാപ്പ് കൊടുക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നും നമ്മൾ നല്ല മനുഷ്യരായതുകൊണ്ട് മാപ്പ് കൊടുക്കുകയാണ്. ഒന്നുമല്ല. നമ്മൾ മാപ്പ് കൊടുക്കുന്നതിൻ്റെ പിന്നിലുള്ള ദൈവശാസ്ത്രം യേശു ഒരു കഥയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. ഏതാണത്? ഒരാൾക്ക് 10,000 താലന്തിൻ്റെ കടമുണ്ടായിരുന്നു. ഈ താലന്തെന്ന് പറയുന്നത് നാണയമല്ല കേട്ടോ, ഒരളവ് തൂക്കമാണ്. നമ്മൾ കട്ടി എന്നൊക്കെ പറയത്തില്ലേ, വിശേഷിച്ചും വെള്ളിക്കട്ടിയൊക്കെ ആയിരിക്കും. അങ്ങനെയെങ്കിൽ ഈ 10,000 താലന്തെന്ന് പറയുന്നത് ഏതാണ്ടൊരു 3,500 ടണ്ണിന് മീതിയാണെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ പള്ളിക്കകത്ത് വെക്കാൻ പറ്റത്തില്ല. അത്രയും ഇളവ് കിട്ടിയ ഒരാൾ പുറത്തേക്ക് കടക്കുമ്പോൾ 100 ധനാരിയുള്ള ഒരാളുടെ അടുത്ത് ശടിക്കുന്ന കഥ നിങ്ങളുടെ കഥയാണോ, നിങ്ങളുടെ അയൽക്കാരൻ്റെ കഥയാണോ?
എൻ്റെ കഥയാണ്. എന്തൊരളവ് കിട്ടിയ മനുഷ്യ, വെറുതെ കുമ്പസാരം തന്നെ എടുക്ക്. എന്തൊരളവാ! ഈ 100 ദിനാർ എന്ന് പറയുന്നത് ഒരു സാധാരണ പണിക്കാരൻ്റെ കൂലിയാണ്. ഒരു ദിനാർ എന്ന് പറഞ്ഞാൽ വെറുതെ 2.5 മാസം പണിക്ക് അല്ലെങ്കിൽ 3 മാസം പണിക്ക് പോയാൽ തീരാവുന്ന കാര്യമുള്ളൂ. മറ്റേത് നിങ്ങളുടെ 7 തലമുറ വിചാരിച്ചാൽ പോലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, തീർക്കാൻ പറ്റത്തില്ല. ഇത് അയൽക്കാരൻ്റെ കഥയായിട്ട് എടുക്കണ്ട. ഇത് എൻ്റെ കഥയാണെന്ന് പിടുത്തം കിട്ടുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ മാപ്പ് കൊടുക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ ഔദാര്യമല്ല, നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അത് മാപ്പ് കൊടുക്കുന്നേ. മനുഷ്യർക്ക് മുമ്പോട്ട് പോകണ്ടേ? ജീവിതം ഇവിടെയൊക്കെ തട്ടി നിന്നാൽ മതിയാ? വസ്തുത്തിൽ ഈ തിരുനാളെന്നൊക്കെ സംഭവിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതെങ്കിലും ഒരു കാര്യത്തോട് ഇത്തിരി അകന്നു പോയിട്ടുണ്ടെങ്കിൽ കെട്ടിപ്പിടിക്കാൻ വേണ്ടിയുള്ള കാലമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്നിട്ട് ചോദിക്കണം, ചേട്ടാ മാപ്പ് വേണ്ടേ? ഈ ഖുർആനിൽ അങ്ങനെ ഒരു വാക്ക് കിടപ്പുണ്ട്. എല്ലാ ദിവസവും രാത്രി അള്ള ഭൂമിയോട് ചോദിക്കും, ഇനി ആർക്കെങ്കിലും മാപ്പ് വേണോ? പോന്നതാണ്. അതേ മാപ്പിൻ്റെ മനുഷ്യാവും. എത്ര പ്രാവശ്യം പൊറുക്കണമെന്നാണ് പറഞ്ഞത്? 7/70. എന്താ അതിൻ്റെ അർത്ഥം? അളവില്ലാതെ പൊറുക്കാനാണ് പറയുന്നത്. പുറത്ത് മാപ്പിനെ നിങ്ങളുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതയാക്കാനാണ് പറയുന്നത്. ഇത്തവണത്തെ പെരുന്നാൾ കുറച്ച് മീനിങ് ഫുൾ ആവണമെങ്കിൽ നമ്മൾ ഓൾറെഡി തുടങ്ങിയപ്പോൾ പറഞ്ഞു, മാപ്പ് കൊടുക്കാതെ എൻ്റെ കുട്ടികൾ വളരുകയാണെങ്കിൽ അവരുടെ ആയുസ് എടുത്തോളം എന്ന് പറഞ്ഞൊരു പുണ്യവതിയുടെ പേരാണ് എന്താ? റീത്ത. അപ്പം അങ്ങനെയെങ്കിൽ ഈ 60 കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള ക്ഷണം മാപ്പ് കൊടുക്കുക എന്നുള്ള, എനിക്ക് ഈ പെരുന്നാൾ സീരിയസ് ആയിട്ട് കൊണ്ടാടണോ വേണ്ടയോ? അതോ ബന്ധുക്കളെയൊക്കെ വിളിച്ച് ഊണൊക്കെ കൊടുത്ത് വിട്ടാൽ മതിയോ? ഓരോ തിരുനാളിലും പറയുന്നത് മാപ്പ് കൊടുക്കാനാണ്. മാപ്പ് കൊടുക്കാത്തവർക്ക് ജീവിക്കാൻ അവകാശമില്ലെന്ന് ഈ ആശാട്ടി വിചാരിച്ചത്. കാരണം അവർ ജീവിക്കുന്നില്ല, അവർ ശരീരം മാത്രമേ ചലിക്കുന്നുള്ളൂ. ഗൗരവമായ ചില മാപ്പ് കൊടുക്കൽ ഈ ദിവസങ്ങളിൽ സംഭവിച്ചാൽ നല്ലതായിരിക്കും. 2, അവിടെ നിന്ന് പറഞ്ഞു മനുഷ്യർക്ക് മോക്ഷമുണ്ട്. ഇങ്ങനെ കണ്ണിമ അടയുന്നതിനേക്കാളും ഒരാൾ പറഞ്ഞു, നീ എന്നെ ഓർക്കണേ. ഓ, അതും വേറൊരു കഥയാണ്. ആ കഥ ഏതാണ്? ഒരു മുന്തിരിത്തോപ്പിലേക്ക് പണിക്ക് വേണ്ടി ആൾക്കാരെ വിളിക്കുന്നു അല്ലേ? 1-ാം മണിക്കൂറിൽ വന്നയാൾക്കും 11-ാം മണിക്കൂറിൽ വന്നയാൾക്കും അന്തിയിൽ ഒരേ ദിനാറ, കൂലി ഒന്നാണ്. 11-ാം മണിക്കൂർ പറഞ്ഞാൽ എത്ര മണി? അല്ല, 1-ാം മണിക്കൂർ പറഞ്ഞാൽ രാവിലെ 6 മണിയാണ് കേട്ടോ. 11-ാം മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എത്രയാണ്? വൈകുന്നേരം 5 മണിയാണ്. വൈകുന്നേരം 5 മണിക്ക് നിങ്ങൾ ജോലി ചെയ്യുന്ന ഓഫീസിൽ ഒരാൾ ഓടിക്കതച്ച് വന്നിട്ട് പറയുകയാണ്, ഒപ്പിടുന്ന ലെഡ്ജറുണ്ടോ? എന്തിനാണാവോ? ജോലിക്ക് വന്നതാണ്. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും? നിങ്ങളുടെ ചോറ്റുപാത്രമൊക്കെ എടുത്ത് ബാഗിനകത്തൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ ഒന്ന് നേരെയൊക്കെ ഇരിക്കുമ്പോഴാണ് ഒരാൾ പണിക്ക് വരുന്നത്. 60 സെക്കൻഡ് അയാളെ ഓർത്തു ചിരിച്ചിരിക്കുമ്പോഴേക്കും 6 മണിയായി. അപ്പോൾ കണ്ടു എല്ലാവരുടെയും കയ്യിൽ ഒരേ കൂലിയാണ്. 2-ാമത്തെ സമാധാനം, നമ്മളാരും വൈകിട്ടില്ല. വി ആർ നോട്ട് ലേറ്റ്. ഒരാളും വൈകിട്ടില്ല. ചിലപ്പോൾ 2025 ഒരു റീത്ത പുണ്യവതിയുടെ പെരുന്നാൾ ദിവസമായിരിക്കാം എൻ്റെ നേരം. ഇതാണ് സ്വീകാര്യമായ സമയം. ഒരാളും വൈകിട്ടില്ല. നീ എന്നോടൊപ്പം പർദീസിലുണ്ടെന്നാണ് പറയുന്നത്. എന്താ പർദീസ എന്ന് പറയുന്നത്? അത് പേർഷ്യൻ വാക്കാണ്. ആ വാക്കിൻ്റെ അർത്ഥം വളച്ചു കെട്ടിയ തോട്ടം എന്നാണ്. തോട്ടം വളച്ചു കെട്ടി എന്നുള്ളതല്ല എൻ്റെ പ്രത്യേകത. സുൽത്താൻ ആരോടെങ്കിലും ഒരു മതിപ്പ് തോന്നിക്കഴിഞ്ഞെന്നാൽ ആളെ തോട്ടത്തിലേക്ക് വിളിക്കും. എന്നിട്ട് 2 പേരും കൂടി ഇങ്ങനെ കൈക്ക് പിടിച്ച് മരങ്ങൾക്കിടയിലൂടെ നടക്കും. ഏതെങ്കിലും ഒരു മരച്ചുവട്ടിലിരുന്ന് ഇത്തിരി ഭക്ഷണം കഴിക്കും, പിരിഞ്ഞു പോകും. അങ്ങനെ സുൽത്താൻ്റെ കൈ പിടിച്ച് ഈ നടന്നു പോകുന്ന വ്യക്തിക്ക് ദേശക്കാർ മരിക്കോളം വലിയ റെസ്പെക്റ്റ് കൊടുക്കും. കാരണം അയാൾ പ്രഭുവിൻ്റെ കൈക്ക് പിടിച്ചാണ് നടക്കുന്നത്. 2 എന്താണ്? ആ പ്രഭുവിൻ്റെ കൈ പിടിച്ചുള്ള സഞ്ചാരമാണ് പർദീസ. കണ്ണുപൂട്ടിയിരിക്കുമ്പോൾ ആ പ്രഭുവിൻ്റെ വസ്ത്രവിളും പുലയുന്ന കേൾക്കാൻ പറ്റും. അല്ലാതെ എങ്ങനെയാണ് നമ്മളിതൊക്കെ കേട്ടുകൊണ്ടൊക്കെ ഇരിക്കുന്നത്? പ്രായോഗിക ജീവിതത്തിന് കാൽക്കാശിൻ്റെ വിലയില്ലാത്ത കാര്യം ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കണം.
എന്നിട്ടും അതങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ചും ഒക്കെ ഇരിക്കണം. ഓരോ നിമിഷം കഴിയുമ്പോൾ പിടുത്തം കിട്ടും. നമുക്കിടയിലൂടെയുള്ള വസ്ത്രങ്ങളും പുലയുന്നുണ്ട്. അപ്പം അതിങ്ങനെ സദാ പിടുത്തം കിട്ടുന്നതിനെ വിളിക്കുന്ന വാക്കാണ് പർദീസ അല്ലേ. നമ്മളതുകൊണ്ടാണ് കുർബാനയുടെ ഒക്കെ ആരാധനയ്ക്ക് വരുന്നത്, ഇങ്ങനെ ദിവ്യകാരുണ്യ ആരാധനയ്ക്കൊക്കെ വരുന്നത്. ദിവ്യകാരുണ്യ ആരാധനയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്ന സാന്നിധ്യബോധം ഈ പള്ളിയുടെ മതിൽക്കെട്ട് കഴിയുമ്പോൾ തീർന്ന് ഇവിടെ ആരെങ്കിലും വിചാരിക്കുന്നുണ്ട് ഈ ഫോണിൻ്റെയൊക്കെ റേഞ്ച് പോകുന്ന പോലെ. അത് നിങ്ങളോടൊപ്പം വരികയാണ്. അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഇതൊക്കെ. ദൈവം എല്ലായിടത്തും ഒരുപോലെയാണ്. പക്ഷെ നമ്മളെല്ലായിടത്തും ഒരുപോലെ അല്ലാത്തതുകൊണ്ടാണ് പള്ളിയൊക്കെ ഉണ്ടായത്. ഇത്തരം ചില ഓർമ്മപ്പെടുത്തലിന് ഇതൊക്കെ ആവശ്യമുണ്ട്. ഇപ്പം രണ്ടതാണ്. 3, ഒരാൾ ഒറ്റയല്ല. 2 ഒറ്റപ്പെട്ട മനുഷ്യ കുരിശിൻ ചുവട്ടിൽ നിൽക്കുകയാണ്. ഒരാളുടെ പേര് യോഹന്നാൻ, മറ്റൊരാളുടെ പേര് മേരി. യേശു പറഞ്ഞു അമ്മ മകൻ, മകനോട് പറഞ്ഞത് എൻ്റെ അമ്മ. അപ്പം 3 ആരും ഒറ്റയല്ല. എങ്ങനെ സുവിശേഷം ആരംഭിക്കുന്നത്? തൻ്റേതല്ലാത്ത ഒരു കുഞ്ഞിനെയും അമ്മയും ഒരു കൂലിപ്പണിക്കാരൻ സ്വീകരിക്കുന്നിടത്തുനിന്നാണ് ഈ സുവിശേഷം ആരംഭിക്കുന്നത് അല്ലേ ജോസഫ്. അത് അവസാനിക്കുന്നത് എങ്ങനെയാണ്? തൻ്റേതല്ലാത്തൊരു ചെറുപ്പക്കാരനെ ഒരു സ്ത്രീ ഇങ്ങനെ മകനായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നിടത്താണ്. സുവിശേഷം എന്ന് പറയുന്നത് ദത്തിൻ്റെ പുസ്തകമാണ്. ദത്തിൽ ആരംഭിച്ച് ദത്തിൽ അവസാനിക്കും. ഇപ്പം കുറച്ചുകൂടി മനുഷ്യർ ദത്തെടുത്താൽ നല്ലതായിരിക്കും. മനുഷ്യർ ദത്തെടുക്കുന്നേ, ഇതെൻ്റെ അമ്മ, ഓ ഇതെൻ്റെ പെങ്ങൾ, ഓ ഇതെൻ്റെ സഹോദരൻ, ഓ. അപ്പം 3 കാര്യങ്ങളാണ് ഇത് നമുക്ക് വേണ്ടിയുള്ള സുവിശേഷം. 1, നീ നഷ്ടമായിട്ടില്ല. 2, നീ വൈകിട്ടില്ല. നീ ഒറ്റയല്ല. ബാക്കിയുള്ള 4 കാര്യങ്ങൾ വളരെ വേഗത്തിൽ പറയാം. 4 നിലവിളിയാണ്. പഴയ നിയമത്തിലൊരു ദൈവസങ്കല്പം ഉണ്ടായിരുന്നു. എന്താണത്? ദൈവം കൂടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അളവില്ലാത്ത ഐശ്വര്യം ഉണ്ടാവും. ദൈവം കൂടെ ഉള്ളവരുടെയൊക്കെ ഈ ഇൻവെൻ്ററീസ് ഒക്കെ പറയുന്നുണ്ട് വേദപുസ്തകത്തിൽ. അയാൾക്ക് ഇത്രയും നാട്ടിൻപറ്റങ്ങളുണ്ടായിരുന്നു, അടിമകളുണ്ടായിരുന്നു, വലിയ കളപ്പുരകളുണ്ടായിരുന്നു. ഇതൊന്നും ഇല്ലാത്ത മനുഷ്യരല്ലേ കൂടുതലും അല്ലേ? അവരല്ലേ കൂടുതൽ. അവർക്കപ്പോൾ ദൈവമില്ലേ? അവരുടെ ദൈവത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് ആര് വന്നത്? യേശു വന്നത്. അപ്പം 4-മത്തെ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ദൈവാനുഗ്രഹവും ഐശ്വര്യവും തമ്മിലുള്ള ബന്ധം യേശു പതുക്കെ ഇങ്ങനെ മുറിച്ച് കളഞ്ഞു. ഒരൈശ്വര്യം ഇല്ലാത്തവർക്കും ഇങ്ങനെ കൃത്യമായ ദൈവാനുഗ്രഹത്തിൻ്റെ ബോധത്തിൽ ജീവിക്കാൻ പറ്റും. അതുകൊണ്ടാണ് യേശയാളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവനിൽ അഴകോ അടുത്തവരെന്താണ് ഐശ്വര്യമോ ഉണ്ടായിരുന്നിട്ടില്ല. അഴകോ ഐശ്വര്യം ഇല്ലാത്ത മനുഷ്യർക്ക് ദൈവം വേണ്ടേ? പന്നോളമുള്ളൊരു ദൈവസങ്കല്പം ഇപ്പോഴും നമ്മുടെ ധ്യാനകേന്ദ്രങ്ങളിൽ മനുഷ്യർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ദൈവം കൂടുണ്ടെങ്കിൽ നിനക്ക് ഐശ്വര്യം ഉണ്ടാവും. നിങ്ങളുടെ കുട്ടികൾ കാൻഡേ പോയി പഠിക്കും, PR കിട്ടും. അതൊക്കെ നല്ല കാര്യമാണേ. പക്ഷെ ഇത് സമവാക്യമായി മാറിയ കഷ്ടമല്ലേ അല്ലേ? എല്ലാം നല്ലതാവട്ടെ. പക്ഷെ പ്രശ്നം ഇത്രയേ ഉള്ളൂ. ഒരു കാരണമില്ലാതെ ദൈവത്തെ സ്നേഹിക്കുന്ന മനുഷ്യരുണ്ടോ? ജോബിൻ്റെ പുസ്തകം അതാണ്. ദൈവം ജോബെന്ന് പറഞ്ഞ ഒരാളെക്കുറിച്ച് നല്ലത് പറഞ്ഞപ്പോൾ സാത്താൻ പറഞ്ഞു അതിനകത്ത് കഥയൊന്നുമില്ല, നീ അവനെല്ലാം കൊടുത്തു, കൂടാതെ നീ അവന് വേലി പോലും കെട്ടിക്കൊടുത്തു. എന്നാൽ നൽകുക മാത്രമല്ല അതിനെ സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സാത്താൻ ചോദിക്കുന്ന കുഞ്ഞു ചോദ്യമുണ്ട്, ചേട്ടാ എന്തെങ്കിലും ഒരു കാരണമില്ലാതെ ആരെങ്കിലും ഒരാൾ നിന്നെ സ്നേഹിച്ചിട്ടുണ്ടോ? ദൈവം നിന്ന് വിയർത്തു പോവുകയാണ്. ഹാസ് എനിവൺ ലവ്ഡ് യു ഫോർ നോ റീസൺ അല്ലേ? ഒരു കാരണവുമില്ലാതെ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് തെളിയിച്ച മനുഷ്യരെ നമ്മൾ വിളിക്കുന്ന വാക്ക് വിശുദ്ധർ എന്നാണ് അല്ലേ? ഒരു കാരണമില്ല. ഇപ്പം ഈ പറഞ്ഞത് റീത്താമ്മ എടുക്കുക, വിധവ, മക്കൾ 2 മരിച്ചുപോയി. പീപ്പിൾ ഹൂ വിൽ ലവ് ഗോഡ് ഫോർ നോ റീസൺ. അവരിപ്പോഴും ദൈവം അന്വേഷിക്കുന്നുണ്ട്. ദൈവം എന്തിനാണ്, അല്ലെങ്കിൽ യേശു എന്തിനാണ് ഈ കടപ്പുറത്തേക്ക് വന്നത്? ഈ കടപ്പുറത്തുള്ള മനുഷ്യർ ഇതിനെ പണ്ടേ വേർതിരിച്ചാണ് എന്ത് ദൈവാനുഗ്രഹത്തെയും ഐശ്വര്യത്തെയും തമ്മിൽ. എനിക്കറിയാവുന്ന തരത്തിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ഭക്തർ ഒരുമിച്ച് വസിക്കുന്ന ഇടം കടപ്പുറമാണ്. ഇത്രയും ദൈവവിശ്വാസമുള്ള മനുഷ്യർ വേറെ ഇല്ല.
വലിയ പള്ളികളൊക്കെ കടപ്രധാനം നിങ്ങൾക്ക് അറിയത്തില്ലേ? ആർത്തുങ്ക പള്ളി, വെട്ടുകാട് പള്ളിയൊക്കെ. ഇങ്ങനെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി മാത്രമല്ല, കടലിൽ പണിക്ക് പോകുന്ന അരേ കമ്മ്യൂണിറ്റിക്കൊക്കെ ഒരു 4-5 വീടിനിടയിൽ ഒരു ക്ഷേത്രം ഉണ്ടാവും, ഒരമ്പലം ഉണ്ടാവും. ഇത്രയും ഇങ്ങനെ ഈശ്വര കേന്ദ്രീകൃതമൊക്കെ ആയിട്ട് ജീവിച്ചിട്ട് ഈ കടലിൽ പണിക്ക് പോകുന്ന മനുഷ്യർക്ക് ഇയാൾ എന്നാ കൊടുത്തു? ഞങ്ങളുടെയൊക്കെ അമ്മമാർ, ഞാൻ ആ ഒരു വശത്തുനിന്നായതുകൊണ്ടാണ് പറയുന്നത്, തങ്ങൾക്ക് ആപത്തുള്ളിടത്തോളം കാലം ഈ തലയിലൊരു മീൻകൊട്ടയായിട്ട് ഇങ്ങനെ പ്രാഞ്ചി നടന്നു. ഒരു ദിവസം ഈ മീൻകൊട്ടയെ അവരും കൂടി ഒരുമിച്ചാണ് വീഴണത്. സമാധാനത്തിലൊരു വിശ്രമ ദിനം പോലും അവർക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനൊരു മാനസികാരൻ ഇവർക്കുണ്ട്. അവരിങ്ങനെ ദൈവാനുഗ്രഹത്തെയും ഐശ്വര്യത്തെയും രണ്ടായി കാണാൻ പഠിച്ചൊരു ജീൻ അവരുടെ ഉള്ളിൽ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് യേശു കടപ്പുറത്തേക്ക് വന്നത്. ഇല്ലെങ്കിൽ യേശു പറഞ്ഞ കാര്യങ്ങൾ വേറെ എവിടെ ആർക്ക് പിടുത്തം കിട്ടാനാണ്? കാര്യം നമ്മുടെ ദാരിദ്ര്യത്തിലേക്കും ബുദ്ധിമുട്ടിലേക്കൊക്കെയാണ് യേശു വന്നെന്നൊക്കെ ഈ പള്ളിയിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ പോലും ഓർത്തോളണം. ഒരാൾ പഠിപ്പിക്കാൻ തുടങ്ങുമ്പോൾ അത് പഠിപ്പിച്ചാൽ പിടുത്തം കിട്ടുന്ന ശിഷ്യരെ തേടിയാണ് വരുന്നേ. ഈ 12 പേരിൽ 11 പേര് മുക്കുവരായത് എന്തുകൊണ്ട്? അവരുടെ വംശം പെരുകുന്നുണ്ട്. എന്താണത്? ഒരു കാരണവുമില്ലാതെ ദൈവത്തെ സ്നേഹിക്കുന്നവർ. എൻ്റെ ഒരു കൂട്ടുകാരൻ മരിച്ചു കഴിഞ്ഞിട്ട് അവൻ്റെ വീട്ടിൽ ചെല്ലുമ്പോഴേക്കും, ചെറിയ പ്രായത്തിലാണ്, 10 വർഷം മുമ്പുള്ള കാര്യമാണ് പറയുന്നത്, അവൻ്റെ മക്കൾ വെള്ളയൊക്കെ ഇട്ട് ഇങ്ങനെ പുറത്തേക്ക് പോകാൻ നിൽക്കേ. എങ്ങോട്ട് പോകുന്നു? കുർബാനയ്ക്ക് കൂടാൻ പോകുന്നു. ഇവിടെ ഇന്നെന്തിനാണ്? മരിച്ചു വിടല്ലേടാ? അല്ല, അപ്പം പറഞ്ഞിട്ടുണ്ട് ഒരു കാരണം കൊണ്ടും പള്ളി മുടക്കരുതെന്ന്. അവരവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ 4 5 ഓൾറെഡി നമ്മൾ കണ്ടു. എനിക്ക് ദാഹിക്കുന്നു, ആ പ്രഭുവിനോടുള്ള പ്രേമം. ചെറിയ ദാഹമൊന്നും പോരാട്ട. ചെറിയ ദാഹത്തിന് C ക്ലാസ് കടയിലെ ഈ പറഞ്ഞ സർവത്ത് മതി. ഈ വലിയ ദാഹമുണ്ട്. ആ വലിയ ദാഹത്തിന് പുഴ നിങ്ങളെ തേടി വരും. നമ്മളെന്നും പ്രാർത്ഥിക്കത്തില്ലേ? പ്രതിദിന ആഹാരം തരണം, അന്നന്ന് വേണ്ടുന്ന ആഹാരം തരണമേ. ഈ ഒരു പെരുന്നാൾ തൊട്ട് നിങ്ങൾക്ക് ആ പ്രാർത്ഥന ഒന്ന് ഇത്തിരി ഒന്ന് മാറ്റി ചൊല്ലാമോ? അന്നന്ന് വേണ്ടുന്ന വിശപ്പ് തരണമേ. ഗിവ് us our ഡെയിലി ഹങ്കർ. ഓരോ ദിവസവും ഈ വിശപ്പില്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് പ്രധാനപ്പെട്ടായിട്ട് തോന്നുന്നത്? കഥയൊന്നും അല്ലല്ലേ. മന്ന കഴിച്ച മനുഷ്യർ പോലും കുറേ കഴിയുമ്പോൾ മന്ന എന്ത് ചെയ്തു? വെറുത്തുന്ന വേദപുസ്തകം പറയുന്നവരെ. അപ്പോൾ 5 ഗിവ് us our ഡെയിലി ഹങ്കർ. ഞങ്ങൾക്ക് ആ വിശപ്പ് വന്നുകൊണ്ടേയിരിക്കണമേ. രാമകൃഷ്ണ ആശ്രമങ്ങളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, നമ്മളിവിടെ ആയിരിക്കുന്നത് ആ ചൈതന്യത്തെ കണ്ടെത്താൻ വേണ്ടി മാത്രമാണ്. വി ആർ ഹിയർ ഫോർ ഗോഡ് റിയലൈസേഷൻ എലോൺ. ആത്യന്തികമായിട്ട് അത് തന്നെ. 5 ഇങ്ങനെ എല്ലാം പൂർത്തിയായി. എന്ത് പൂർത്തിയാണെന്നാണ് പറയണത്? ഒന്നും പൂർത്തിയായിട്ടില്ല. 30 വയസ്സെന്നൊക്കെ പറയണത് ഇങ്ങനെ ജീവിച്ച് തുടങ്ങിയിട്ട് പോലുമില്ല. എന്നിട്ട് അവിടെ നിന്ന് പറയുന്ന എല്ലാം പൂർത്തിയായി. അപ്പം എന്താ പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞ അർത്ഥം? ഒരു കാര്യം ചെയ്തു തീർക്കുക എന്നുള്ളതൊന്നുമല്ല. പിന്നെന്താണ്? ഈ ചെയ്യുന്ന കാര്യങ്ങൾക്കകത്തൊക്കെ സ്നേഹം ഉണ്ടാവുന്നതിന് വേണ്ടി വേദപുസ്തകം കരുതി വെക്കുന്ന വാക്കാണ് എന്ത്? പൂർത്തീകരിക്കുക. ഉദാഹരണം, യേശു ശാബത്ത് ലംഘിക്കുന്നു. നാട്ടുകാർ പറയുന്നു, നീ എന്തിനാ ശാബത്ത് ലംഘിക്കുന്നത്? അപ്പോൾ യേശു എന്ത് പറഞ്ഞു? ഞാൻ ശാബത്ത് ലംഘിക്കുകയല്ല, ശാബത്തിനെ പൂർത്തീകരിക്കുക. ശാബത്തിൽ നിന്ന് ചോർന്നു പോയ സ്നേഹത്തെ ഞാൻ ശാബത്തിലേക്ക് തിരിച്ചു പിടിച്ചു. അപ്പോൾ ഏർപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്നേഹപൂർവ്വമാകുന്നതിനെ വിളിക്കുന്ന വാക്കാണെന്ത്? പൂർത്തീകരിക്കുക. എൻ്റെ ജ്യേഷ്ഠൻ ഒരു 3 വർഷം മുമ്പ് കടന്നുപോയി. 59 വയസ്സേ ഉള്ളൂ. ഇങ്ങനെ സ്കൂളുകളുടെയൊക്കെ ഒരു ഇങ്ങനെ എന്താ പറഞ്ഞ ഒരു ADP ഒക്കെ ആയിരുന്നു പുള്ളി, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ. മിക്കവാറും അധ്യാപകർക്ക് കുറച്ച് പേർക്ക് അറിയാവുന്ന ഒരാളാണ്. വളരെ ഒരു ഫൈൻ പേഴ്സണാണ്. അപ്പോൾ അദ്ദേഹം ഈ കടന്നു പോകുന്നതിന് തൊട്ട് മുമ്പത്തെ ഒരു ദിവസങ്ങളിൽ ഇങ്ങനെ കാണാനായിട്ട് ഞാനും എൻ്റെ കൂട്ടുകാരും കൂടി ചെല്ലുന്നു. ഒന്നും മിണ്ടാൻ പറ്റുന്നൊരു പരുവത്തിലല്ല. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ നേരത്ത് പുള്ളി ആംഗ്യം കാണിച്ചിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ മുകളിലത്തെ നിലയിൽ ഒരു ക്യാൻറ്റീനുണ്ട്, അവിടെ സാമാന്യം മോശമില്ലാത്ത ഭക്ഷണം കിട്ടും, കഴിച്ചിട്ട് പോകണം. ഇത് പറഞ്ഞ ആൾ
പിന്നെ എല്ലാം കൂടി 2 ദിവസം പോലും ഉണ്ടായിരുന്നിട്ടില്ല. അത് നമുക്കറിയാവുന്നതിനേക്കാൾ കൂടുതൽ പുള്ളിക്കറിയാം. ഇങ്ങനെ നമ്മൾ എന്തുമാത്രം കാലം ഇങ്ങനെ ജീവിച്ചു എന്നുള്ളതല്ല, എന്തുമാത്രം സ്നേഹപൂർവ്വമായിട്ട് നമ്മൾ ജീവിച്ചു എന്നുള്ളതാണ് പ്രധാനം. അല്ലെങ്കിൽ 33 വയസ്സ് എന്ത് ചെറിയ പ്രായമാണ്. പക്ഷെ ആ കാലത്തെക്കുറിച്ചല്ല ഇപ്പോഴും നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുന്നത്. അയാളുടെ കഷ്ടിച്ച അയാൾ നടന്നു പോയ 3 വർഷങ്ങൾ, അതല്ല ഇപ്പോഴും ലോകം ഓർമ്മിച്ചുകൊണ്ടിരിക്കണം. അപ്പം അതാണ് ഇതിൻ്റെ 6ാമത്തത്. 7 അച്ഛ മടങ്ങി വരികയാണ്. 12ാം വയസ്സ് തൊട്ട് യേശു ആ ചൈതന്യത്തെ വിളിച്ച വാക്കാണ് എന്താ? അച്ഛ. 12ാം വയസ്സിൽ പള്ളിയിൽ പോയി. പള്ളിയിലെത്തിയപ്പോൾ പുള്ളിക്ക് ഇങ്ങനെ താറാം കുഞ്ഞുങ്ങൾ പുഴയോരത്ത് വരുന്ന കണക്കൊരു ഫീലുണ്ടായി. അതുവരെ ഇങ്ങനെ ചിക്കിൻ ചിരങ്ങി കിടക്കുകയായിരുന്നു. പക്ഷെ വെള്ളത്തിനടുത്ത് എത്തിയപ്പോൾ എന്തോ ഒരു കാര്യം ഉള്ളിലോട്ട് വലിക്കുന്നു. തിരിച്ചു പോയില്ല. 3ാം ദിവസം അച്ഛനും അമ്മ അന്വേഷിച്ചു വന്നപ്പോൾ പറഞ്ഞു, ഞാനെൻ്റെ അപ്പൻ്റെ വീട്ടിലായിരിക്കേണ്ടതല്ലേ. 12 വയസ്സെന്ന് പറയുന്നത് കുട്ടികൾ മുതിരുന്ന പ്രായമാണ്. ആൺകുട്ടിയും പെൺകുട്ടിയൊക്കെ വലുതാവുന്ന പ്രായമാണ്. ശരീരം പാകപ്പെടുന്ന ആ പിബട്ടി ഏജിൽ തന്നെ യേശുവിൻ്റെ ആന്തരികതയും പാകപ്പെട്ടു. പാകപ്പെട്ട ആന്തരികതയിൽ നിന്ന് അവിടുന്ന് ആ ചൈതന്യത്തെ വിളിച്ച വാക്കാണ് എന്താ? അപ്പ. അന്ന് തൊട്ട് മരിക്കുവോളം ഒരു 175 ഇടങ്ങളിൽ യേശു അബ്ബ എന്ന് വിളിച്ചിടത്തൊക്കെ നമ്മൾ വിവർത്തനം ചെയ്തിരിക്കുന്നത് എന്താണ്? പിതാവെന്നാണ്. പിതാവെന്ന് പറഞ്ഞ വാക്കുമായിട്ട് നമ്മൾ കണക്റ്റല്ല. നിങ്ങൾക്കൊരു കൻറ്റോൺമെൻറ്റ് പശ്ചാത്തലം ഇല്ലെങ്കിൽ, ഇങ്ങനെ വടക്കേനിലൊന്നും അധികകാലം ജീവിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ആരും തന്നെ നിങ്ങളുടെ പിതാവിനെ പിതാവെന്ന് വിളിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ തീരെ വിളിക്കാത്തൊരു പദമാണ് യേശു ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് ഏറ്റവും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള അരമായിക് വേർഡിന് പകരമായിട്ട് ഉപയോഗിക്കുന്നുള്ളതാണ് വേദപുസ്തക വിവർത്തനത്തിൻ്റെ ഏറ്റവും വലിയ പരാധീനത. അവിടെ ചെയ്യാവുന്നൊരു കുഞ്ഞു കാര്യമുണ്ട്. ഈ 165 ഇടങ്ങളിലാണ്ടുണ്ടെന്ന് പറയുന്നു. അവിടെ എവിടെയെങ്കിലുമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ അബ്ബാന്ന് ഈ പിതാവെന്ന് കാണുന്നിടത്ത് പതുക്കെ ഇങ്ങനെ പെൻസിൽ കൊണ്ട് വെട്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ അപ്പനെ വിളിച്ച വാക്കൊന്ന് എഴുതി വെക്കണം. അതിൻ്റെ പേരാണ് പുതിയ നിയമം. അതിനുശേഷം നിങ്ങളും പഴയതല്ല, ഈ പുസ്തകവും പഴയതല്ല. ഞാൻ എൻ്റെ അപ്പനെ വിളിച്ചുകൊണ്ടിരുന്ന വാക്ക് അച്ചായൻ എന്നായിരുന്നു. ഞാനത് വെറുതെ ഒന്ന് തിരുത്താൻ പോവുകയാണ്. ഇവിടെ ഒരു പിതാവ് കിടപ്പുണ്ട്, തിരുത്തി അച്ചായ. ഇവിടെ ഉണ്ട്, തിരുത്തി അച്ചായ. എനിക്ക് 5 എണ്ണം വേണ്ട, ഒരു 3 എണ്ണം വെട്ടി തിരുത്തുമ്പോൾ തന്നെ എൻ്റെ ബോധം ഇങ്ങനെ കീഴ്മേൽ മറിയാൻ തുടങ്ങും. ഈ വാഷിംഗ് മെഷീനിലൊക്കെ കിടന്നിട്ട് ഇങ്ങനെ തുണി കറങ്ങുന്ന കണക്ക്. തട്ടവിട്ടൊരു പെൺകുട്ടി അവളുടെ അപ്പനെ വിളിച്ചിരുന്ന വാക്ക് വാപ്പച്ചി എന്നാണ്. അവൾ തിരുത്താൻ പോവുകയാണ്, വാപ്പച്ചി വാപ്പച്ചി വാപ്പച്ചി. അതാണ് വാക്ക് അപ്പ. നമ്മുടെ ചെറുപ്പക്കാർക്കൊക്കെ ഇത് പിടുത്തം കിട്ടുന്നുണ്ട്. എനിക്കൊരു കൂട്ടുകാരനുണ്ട്, ഈ അങ്കമാലി സൈഡിലായിട്ട്, ഷാൻഡോ എന്നാ പേര്. ഷാൻഡോക്ക് ഒരു പെട്ടിയോട്ടമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അയാൾ മാൾട്ടയിലാണ്. അപ്പോൾ ഒരു പ്രാവശ്യം വരുമ്പോൾ ഒരു പുതിയൊരു വണ്ടി ആൾ എടുത്തിട്ടുണ്ട്, കെട്ടുറപ്പൊക്കെ ഉള്ള ഭംഗിയുള്ളൊരു വണ്ടി. ഞാൻ പറഞ്ഞു, ഷാൻഡോ കാര്യങ്ങളൊക്കെ മെച്ചപ്പെട്ടല്ലോ. ഷാൻഡോ പറഞ്ഞു, ഞാൻ അപ്പനോട് പറഞ്ഞു, അപ്പം ആ പഴയ വണ്ടി ഒത്തിരി പണി മുടക്കുന്നുണ്ട്, നമുക്കൊന്ന് മാറണ്ടേ? അപ്പം ചോദിച്ചു, വണ്ടി മാറാനൊക്കെ നേരമൊക്കെ ആയി ഷാൻഡോ, പക്ഷേ നീ വിചാരിച്ചാൽ മാസാമാസം എൻ്റെ CC അടയോ? നോക്കട്ടെ. അയാളിത് പറയുന്നത് വീട്ടിനകത്തിരിക്കുന്ന ആളുടെ അപ്പനെക്കുറിച്ചല്ല, സ്വർഗസ്നായപ്പനെക്കുറിച്ച്. ഷാൻഡോയെ, ഓ CC വല്ലതും നടക്കുവാടാ? നോക്കട്ടെ. നമ്മുടെ മക്കൾക്ക് നന്നായിട്ട് മനസ്സിലാകുന്നില്ല എന്താ ഈ അപ്പൻ എന്നുള്ള. അപ്പം അതിലാരംഭിച്ചു, അതിലവസാനിക്കുകയും വേണം. അപ്പോൾ ആ വാക്ക് പിടുത്തം കിട്ടുമ്പോഴാണ് നമുക്കിങ്ങനെ അടുത്തിരിക്കുന്നവരൊക്കെ ഇങ്ങനെ സഹോദരനാണെന്ന് പിടുത്തം കിട്ടുന്നത്. ക്രിസ്ത്യാനിറ്റി ലോകത്തിൻ്റെ ഭാവനയ്ക്ക് കൊടുത്ത പുതിയ വാക്കാണ് എന്താ? ബ്രദർ/സിസ്റ്റർ. ഇത് ഈ താക്കോൽ പിടുത്തം കിട്ടിയതുകൊണ്ടാണ്. എന്ന് വെച്ചെന്നാൽ ഈ 100 പേര് നമ്മൾ സിബ്ലിങ്സാണ്. പല കാരണങ്ങൾ കൊണ്ട് നമ്മളിങ്ങനെ പലയിടങ്ങളിൽ ജീവിക്കുന്നത് മാത്രമേ ഉള്ളൂ. വാസ്തവത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ നമ്മൾ ആദ്യം ചോദിക്കേണ്ട ചോദ്യം എന്താണ്?
എവിടെയായിരുന്നു ഇത്രയും കാലം? എവിടെയായിരുന്നു ഇത്രയും കാലം? എന്തു ചെയ്യായിരുന്നു? ഇപ്പം പല കാരണങ്ങൾ കൊണ്ട് ചിതറിപ്പോയ സഹോദരനാണ് നമ്മളെന്ന് പിടുത്തം കിട്ടുന്നൊരു ദിവസം വരും. അതിന് ഈ താക്കോൽ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ പറയും, പഴയ നിയമത്തിലും ഇങ്ങനെ അപ്പനൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ, എഫ്രൈം എന്നോ ഇസ്രായേൽ നീ എൻ്റെ പുത്രനാണ് അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ അല്ലേ? പിന്നെ എന്താണ് യേശു പഠിപ്പിച്ച ഈ അപ്പനും അത് തമ്മിലുള്ള വ്യത്യാസം? പഴയ നിയമത്തിൽ അപ്പൻ എന്ന് പറയുന്ന ഈ പാട്രിയാർക്കിയിലൊക്കെ ഉള്ള വളരെ പവർഫുള്ളായ അപ്പനായിരുന്നു, ഓമിനി പൊട്ടൻ്റാ. പുതിയ നിയമത്തിൽ അപ്പൻ എന്ന് പറയുന്നത് നമ്മുടെ അപ്പന്മാരെ കണക്ക് സാധുക്കളാണ്. അതാണ് വ്യത്യാസം. ആ പുതിയ നിയമത്തിൽ അപ്പൻ എന്താണെന്ന് പിടുത്തം കിട്ടാൻ വേണ്ടി മാത്രം ഞാൻ കടന്നുപോയൊരു കുഞ്ഞു സംഭവം പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. എനിക്കിങ്ങനെ ഒരു സ്നേഹിതനായ മുതിർന്ന ഒരു സ്നേഹിതൻ എന്ന് വേണേൽ വിശേഷിപ്പിക്കാവുന്ന ഒരാളുണ്ട്, അജയൻ എന്ന് പറഞ്ഞാൽ, ഡോക്ടർ അജയൻ എന്നാ പേര്. ഡോക്ടർ അജയൻ ഇങ്ങനെ മെഡിക്കൽ കോളേജിൽ, തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ആ സമയത്ത് ഇങ്ങനെ ട്യൂട്ടറൊക്കെയാണ്. മരിക്കുമെന്ന് ഉറപ്പുള്ള രോഗികളുടെ വാർഡിൻ്റെ ചാർജ് അയാൾ, ടെർമിനലിൽ. അപ്പോൾ അവിടേക്ക് ഇങ്ങനെ ഒരു മകനുമായിട്ട്, 13 വയസ്സുള്ള രഞ്ജിത്ത് എന്ന് പറഞ്ഞ മകനുമായിട്ട് രാമൻകുട്ടി എന്ന് പറഞ്ഞൊരു അച്ഛൻ പാലക്കാട്ടുകാരൻ വരികയാണ്. കുട്ടിക്ക് ഏതാനും ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ, പരിചരണം മാത്രമേ പറ്റൂ, ശമനങ്ങളൊന്നിനും ഇല്ലിനി. പക്ഷെ എന്ത് കൊടി ഉറക്ക ഒളി കൊടുത്തിട്ടും ഈ കുട്ടി ഉറങ്ങണില്ല. അപ്പം അതിങ്ങനെ ഇങ്ങനെ ചില്ലുവാതിലിനപ്പുറത്ത് നിന്നുകൊണ്ട് ഇങ്ങനെ ഐസൊലേറ്റ് പാടാണ്. അപ്പം കാണുന്നുണ്ട്, അച്ഛൻ കാണുന്നുണ്ട്. അച്ഛൻ ഡോക്ടറെ പുറത്തേക്ക് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നു ഡോക്ടറെ, നിങ്ങളെൻ്റെ കുട്ടിക്ക് എന്ത് മരുന്ന് കൊടുത്താലും എൻ്റെ കുട്ടി ഉറങ്ങത്തില്ല. എന്താ കാര്യം? അവന് വയ്യാണ്ടായ നാളെ തൊട്ട് അവനെ ഞാൻ എൻ്റെ ചങ്കിലിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കണം. അതുകൊണ്ട് പൊന്നു ഡോക്ടർ ഒന്ന് അനുവദിക്കുമെങ്കിൽ ഞാൻ അവനെ നെഞ്ചോട്ട് ചേർത്ത് പിടിച്ച് 2 കൊട്ടുകൊട്ടി ഇതിപ്പോൾ ഉറക്കി കാണിച്ചു തരാം. രാമൻകുട്ടി, അത് നിങ്ങൾക്കും നല്ലതല്ല, കുട്ടിക്കും നല്ലതല്ല, ആർക്കും നല്ലതല്ല. കാര്യം പറഞ്ഞാൽ പെട്ടെന്ന് അയാൾക്ക് പിടുത്തം കിട്ടും. അപ്പോൾ അയാൾ പറഞ്ഞു, അങ്ങനെയെങ്കിൽ ഡോക്ടറെ വേറൊരു കാര്യം ചെയ്യാമോ? എന്താണത്? കുട്ടി കിടക്കുന്ന കട്ടിലില്ലേ? ഉണ്ട്. അതിനോട് ചേർന്നൊരു ഭിത്തിയില്ലേ? ഉണ്ട്. അവനോട് പറയണം, അച്ഛൻ ഭിത്തിയോട് ചേർന്ന് നിൽപ്പുണ്ട്. ശരി, പറയാം. വെളുപ്പിനെ ഒരു 3 മണിക്ക് ഡോക്ടർ ജയൻ പുറത്തേക്ക് വരുമ്പോൾ കണ്ടു, രാമൻകുട്ടി എന്ന് പറയുന്നൊരു ചെറിയ മനുഷ്യൻ അപ്പോഴും നിപ്പുണ്ട്, തൻ്റെ നെഞ്ചും കൂടി ഭിത്തിയോട് ചേർത്ത് പിടിച്ച് ഇങ്ങനെ. ഡോക്ടർ പറഞ്ഞു, ഞാൻ ഫോൺ വെക്കുകയാണ്. വെച്ചോ. ഇതാണ് അച്ഛൻ. ഇങ്ങനെ പുറകിൽ നിന്ന് കെട്ടിപ്പിടിക്കുന്ന ആൾ. ഇങ്ങനെ പുറകിൽ നിന്ന് കെട്ടിപ്പിടിച്ചത് കൊണ്ട് ലോകത്തിലൊരു മകനോ മകളോ തൻ്റെ അച്ഛനെ കണ്ടിട്ടില്ല, നല്ല മകനായ യേശു ഉൾപ്പെടെ. അതുകൊണ്ടാണ് രാമൻകുട്ടിയുടെ കഥ കേട്ടപ്പോൾ എൻ്റെ ഒരു പ്രശ്നം മാറിക്കിട്ടി. എന്തിനെന്നെ കൈവിട്ടു എന്ന് യേശു കരയുമ്പോൾ യേശുവിൻ്റെ അപ്പൻ എവിടെയായിരുന്നു? എന്നെ പുറകിൽ നിന്ന് കെട്ടിപ്പിടിച്ചു. അതിനെക്കുറിച്ചാണ് വേദപുസ്തകം പറയുന്നത്, തൻ്റെ ഏകജാതനെ നമുക്ക് നൽകുമാറ് അവിടുന്ന് ഭൂമിയെ അത്രമാത്രം സ്നേഹിച്ചു. God so loved the world that he gave his only son. എന്നുവെച്ചെന്നാൽ ത്രാസിൻ്റെ ഒരു തട്ടിൽ നിങ്ങളെയും മറ്റേ തട്ടിൽ ഈ ഏകമകനെന്ന് അവകാശപ്പെടുന്ന ആളെയും കൂടി തൂക്കി വെച്ചിട്ട് ഇങ്ങനെ തൂക്കി നോക്കുമ്പോൾ നിങ്ങളിരുന്ന തട്ട് താണു പോവുകയും അയാളിരുന്ന തട്ട് ഉയരുകയും ചെയ്തതിൻ്റെ പേരാണ് കുരിശ്. ഓരോ കുരിശും പറയുന്നത് നിങ്ങൾക്ക് യേശുവിനേക്കാൾ വിലയുണ്ടെന്നാണ്. യേശുവിനോളമെന്നല്ല, യേശുവിനേക്കാൾ. അത്രയും വില കിട്ടിയ ഒരു ജീവിതം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു? എനിക്കിത് ദൈവശാസ്ത്രം അറിയത്തില്ല, ഇത് ശരിക്കും ചരിത്രത്തിൽ നടന്നതാണെന്നറിയത്തില്ല, ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ല. പക്ഷെ എനിക്കറിയാം, ലക്ഷോപലക്ഷം പഴക്കമുള്ള മനുഷ്യൻ്റെ ചരിത്രത്തിൽ ഇതിനേക്കാൾ വലിയൊരു കവിത ഉണ്ടായിട്ടില്ല. അത്രമേൽ ഭൂമിയെ സ്നേഹിച്ചത് കൊണ്ട് അവൻ തൻ്റെ ഏകജാതനെ നമുക്ക് നൽകി. എന്നിട്ട് ആ ജീവിതം കൊണ്ട്, എങ്ങനെ കിട്ടിയ ജീവിതം കൊണ്ട് പിന്നീട് നിങ്ങൾ എന്തു ചെയ്തു? അപ്പോൾ ഇങ്ങനൊരു 7 കാര്യങ്ങളാണ്: മാപ്പ്, മോക്ഷം, മൈത്രി, നിലവിളി, ദാഹം, സ്നേഹപൂർണിമ, അച്ഛ. ഈ 7 വാക്കൊന്ന് വെറുതെ തലേ കിടന്നോട്ടെ. കുട്ടികൾക്ക് വേണമെങ്കിൽ വീട്ടിലൊരു ബോർഡൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഹാർഡ് ബോർഡൊക്കെ ഉണ്ടെങ്കിൽ 7 വാക്കൊന്ന് വെറുതെ എഴുതിയിട്ടുള്ളൂ. എന്തൊക്കെയാണത്? മാപ്പ്, മോക്ഷം, മൈത്രി, സ്നേഹപൂർണിമ, അല്ലല്ല
4 നിലവിളി, 5 ദാഹം, സ്നേഹപൂർണിമ, അച്ഛ. എന്നിട്ട് ഒരു ദിവസം ചെന്നിട്ട് എഴുതി കളഞ്ഞേക്ക്. എന്നിട്ട് വേറൊരു ദിവസം ചെന്നിട്ട് നിങ്ങൾ ഈ ബാലരമയിലൊക്കെ കളിക്കുന്ന കളിയില്ലേ, കണക്റ്റിംഗ് ദി ഡോട്ട്സ് എന്ന് പറഞ്ഞുകൊണ്ടല്ലേ, ഒരു കുത്തിൽ നിന്ന് വേറൊരു കുത്തിലോട്ട് ഇങ്ങനെ മുട്ടിച്ച് അങ്ങനെ നിങ്ങൾ ഈ 7 വാക്കുകൾ തമ്മിലൊന്ന് പതുക്കെ പതുക്കെ ഇങ്ങനെ മുട്ടിക്കുമ്പോൾ ആ പ്രതലത്തിൽ തെളിയുന്ന രൂപത്തിൻ്റെ പേരാണെന്ത്? ജീസസ് ഓഫ് നസ്രത്ത്, നസ്രത്തിലെ യേശു. ഈ 7 പദങ്ങളെ നിങ്ങൾ എത്രയും ആഴത്തിൽ കോറിയിടുന്നു അത്രയും നിങ്ങളുടെ യേശു അംശം ഓരോ ദിവസവും ആഴപ്പെടുത്തിക്കൊണ്ടിരിക്കും. അവിടത്തേക്ക് സ്തുതിയായിരിക്കട്ടെ. പാരമ്പര്യ ഗീതങ്ങളിലൊക്കെ യേശുവിനെ നമ്മൾ വിളിക്കാറുള്ളൊരു അല്ലേ, 7 തിരിയിട്ട വിളക്കോ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അല്ലേ, അങ്ങനെ വാക്കില്ല അല്ലേ, പാട്ടൊക്കെ ഇല്ലേ, 7 വിളക്കിൻ 7 വിളക്കിൻ നടുവിൽ ശോഭപൂർണന മാറത്തുവൻ കച്ചയണിഞ്ഞും യേശുവേ ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ ആരാധന. ഈ കുരിശാണ് ഇങ്ങനെ 7 വിളക്കിട്ട് തിരിയട്ട. ഒരു കഴിമരം അങ്ങനെയാണ് ഈ വിളക്കിൻ്റെയൊക്കെ വെട്ടത്തിൽ ഇങ്ങനെ ഭൂമിയിൽ ഏറ്റവും പ്രകാശമുള്ള ഒന്നായിട്ട് മാറിയത്. അതുകൊണ്ട് നമ്മളെന്ത് പറയുന്നത്? വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ. വിശുദ്ധ കുരിശാലല്ല കേട്ടോ, ശ്രദ്ധിച്ചോളണം. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൽ. എന്താ വിശുദ്ധ കുരിശ് നമ്മളെ പഠിപ്പിക്കാൻ പോകുന്ന സൂചനകളാണ് ഈ അടയാളം എന്ന് പറയുന്നത്. അതാണ് നമ്മൾ രക്ഷിക്കാൻ പോകുന്നത്. മാന്ത്രികമായിട്ടൊന്നുമില്ല. ഇത് സംവേദനം ചെയ്യുന്ന അടയാളമുണ്ടല്ലോ, ഈ അടയാളം സംവേദനം ചെയ്യുന്ന അർത്ഥമുണ്ട്. ആ അർത്ഥമാണ് നമ്മളെ രക്ഷയ്ക്ക് കാരണമായിട്ട്. ഏറ്റവും പുരാതനമായ പ്രാർത്ഥനയാണത് അല്ലേ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളെ രക്ഷിച്ച് തമ്പുരാൻ. നമുക്കൊന്ന് കണ്ണുപൂട്ടി വേണമെങ്കിൽ ഞാൻ 4 വരി ഒന്ന് സിസ്റ്റർ ഒന്ന് പാടിത്തരാൻ പറ്റുമോ? കണ്ണുപൂട്ടി 7 വിളക്കിൻ നടുവിൽ നിന്നുള്ള ഇതിന് നേരെ ഇരുന്ന 7 വിളക്കിൻ നടുവിൽ പൂർണ്ണന മാറത്തുവൻ കച്ചയണിഞ്ഞും യേശുവേ ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ ആരാധന ആരാധന ആരാധന. താങ്ക് യു. നമുക്ക് അഭിവാദ്യം ചെയ്ത് അവസാനിപ്പിക്കാം. ഈശംശേക്കും ശരിക്കട്ടെ. പരസ്പരം അഭിവാദ്യം ചെയ്യാമല്ലോ. ഒന്ന് കണ്ണി നോക്കിയിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി അഭിവാദ്യം ചെയ്യും. താങ്ക് യു. ശരിക്കട്ടെ. താങ്ക് യു കേട്ടോ.